നമസ്കാരം, സാഗരി റേസ് പ്ലസിന്റെ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. അപ്പൊ നമ്മള് മെഡിക്കൽ എന്റമോളജിയിൽ കുറേ അധികം ഇൻസെക്റ്റുകളെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. ഒരുപാട് ഇൽനെസസ് ഉണ്ടാക്കുന്ന ഇൻസെക്റ്റുകളെ കണ്ടു, അവയുടെ കൺട്രോൾ മെഷേഴ്സ് കണ്ടിരുന്നു. അപ്പോൾ ഈ കൺട്രോൾ മെഷേഴ്സിൽ നമ്മൾ ഇൻസെക്ടിസൈഡ്സ് എന്ന് പറയുന്നൊരു കാര്യം വരുന്നുണ്ട് അല്ലെ. പലതരത്തിലുള്ള ഇൻസെക്ടിസൈഡ്സ് വരുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ പല കെമിക്കൽ നെയിംസും പറഞ്ഞു പോയിട്ടുണ്ട്, അതിന്റെ കോൺസെൻട്രേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇൻസെക്ടിസൈഡ്സിനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്. നമ്മൾ ഇത്രയും ക്ലാസ്സുകളിൽ കേട്ടിട്ടുള്ള ഓരോ ഇൻസെക്ടിസൈഡ്സിന്റെയും പേരുകളിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ കോൺസെൻട്രേഷൻ കാര്യങ്ങൾ അതെങ്ങനെയൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനുള്ള കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് ഇൻസെക്ടിസൈഡ്സ് നമ്മൾ അറിയണ്ടേ. അപ്പോൾ ഇൻസെക്ടിസൈഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻസെക്റ്റുകളെ കില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഇൻസെക്ടിസൈഡ്സ് എന്ന് വിളിക്കുന്നത്. ഇൻസെക്ട്സിനെ കില്ല് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ഇൻസെക്ടിസൈഡ്സ്. അപ്പോൾ ഈ ഒരു ബോൺ ഡിസീസുകൾ ഉണ്ടല്ലോ, നമ്മൾ ഒരുപാടധികം ഡിസീസുകൾ കണ്ട്. ആർത്രോപോഡ് വെക്ടർ ആക്ട് ചെയ്ത് ഒരുപാട് ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആർത്രോപോഡ്സ് കാരണം ഉണ്ടാകുന്ന ഡിസീസുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു ആർത്രോപോഡ് ബോൺ ഡിസീസുകളെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താണ്, ഇൻസെക്ടിസൈഡ്സ് യൂസ് ചെയ്യുക, ഇൻസെക്ട്സിനെ കില്ല് ചെയ്ത് കളയുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു 20th സെഞ്ചുറിയിൽ നമ്മുടെ ഹെൽത്ത് ഇംപ്രൂവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള, അതായത് ബോൺ ഡിസീസുകൾ കുറച്ചുകൊണ്ട് ഹെൽത്ത് ഇംപ്രൂവ് ആക്കാനുള്ള ഏറ്റവും നല്ലൊരു മെഷർ ആയിരുന്നു ഈ ഒരു ഇൻസെക്ടിസൈഡ് കൊണ്ടുള്ള ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ ഒരു ഇൻസെക്ടിസൈഡ്സ് കൂടുതലും നമ്മൾ മലേറിയ, പ്ലേഗ്, ടൈഫസ്, ബാക്കിയുള്ള ഡിസീസുകൾ, ഇൻസെക്ട്സ് കാരണം ഉണ്ടാവുന്ന ഡിസീസുകളൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസെക്ടിസൈഡ്സ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് മാത്രമല്ല, ഈ ഒരു ഇൻസെക്ട്സുകളുടെ എണ്ണം കുറഞ്ഞതിലൂടെ നമുക്ക് നമ്മുടെ ഇക്കോണമിക്കൽ സോഷ്യൽ ബെനിഫിറ്റ്സ് ഉണ്ടായി, ഹെൽത്തിന്റെ കാര്യത്തിൽ ബെനിഫിറ്റ്സ് ഉണ്ടായി, അതുപോലെ തന്നെ ഫുഡ് പ്രൊഡക്ഷൻ കൂടി. ഇൻസെക്ട് കാരണം നമ്മൾ അഗ്രികൾച്ചറിലൊക്കെ എന്ത് പറ്റും, ഒരുപാട് നാശനഷ്ടങ്ങൾ വരത്തില്ലേ. അപ്പൊ ആ ഇൻസെക്ടിസൈഡ്സ് യൂസ് ചെയ്തുകൊണ്ട് ഇൻസെക്റ്റുകളെ കുറച്ചുകൊണ്ട് വരുമ്പോൾ എന്താണ്, ഫുഡ് പ്രൊഡക്ഷനും ഇൻക്രീസ് ആയി. അപ്പൊ ഹെൽത്ത് വൈസ് ആണെങ്കിലും ഇക്കോണമിക് വൈസ് ആണെങ്കിലും സോഷ്യൽ ബെനിഫിറ്റ്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു ഇൻസെക്ടിസൈഡ്സിന്റെ യൂസ് കാരണം വന്നിട്ടുണ്ട്. ഇനി ഇൻസെക്ടിസൈഡ്സിനെ നമ്മൾ പ്രധാനമായിട്ട് 3 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പ് കോണ്ടാക്ട് പോയിസൺ, രണ്ടാമത്തേത് സ്റ്റൊമക് പോയിസൺ, മൂന്നാമത്തേത് ഫ്യൂമിഗൻസ്. അങ്ങനെ 3 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ എന്താണ്, കോണ്ടാക്ട് പോയിസൺ ആണ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഫസ്റ്റ് കോണ്ടാക്ട് വരുമ്പോൾ തന്നെ എന്ത് പറ്റും, ഇൻസെക്ട് ചത്തുപോകും. അപ്പോൾ ആ ഒരു ഇൻസെക്റ്റിനെ നമ്മൾ ആ ഒരു ഇൻസെക്ടിസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ എന്ത് പറ്റും, ആ ഒരു ഇൻസെക്ട് ചത്തുപോകും. അതിനെയാണ് നമ്മൾ കോണ്ടാക്ട് പോയിസൺസ് എന്ന് വിളിക്കുന്നത്. ആ കോണ്ടാക്ട് പോയിസൺസിൽ വരുന്ന പ്രധാനപ്പെട്ട ഇൻസെക്ടിസൈഡ്സ് ഏതൊക്കെയാണ്, ഫസ്റ്റ് പൈറിത്രം, നമ്മൾ കേട്ടിട്ടുണ്ട് പൈറിത്രം. രണ്ടാമത്തെ DDT, ഒരുപാട് സ്ഥലങ്ങളിൽ DDT കേട്ടിട്ടുണ്ട്. DDT റെസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഇൻസെക്റ്റുകളെ കേട്ടിട്ടുണ്ട്, അതൊക്കെ കേട്ടിട്ടുണ്ട്. ദെൻ HCH, ലിൻഡെയിൻ എന്ന് പറയുന്ന HCH കേട്ടിട്ടുണ്ട്. ദെൻ ഡയൽറിൻ, ഇവ 4 പേരും നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ 4 പേരും എന്താണ്, കോണ്ടാക്ട് പോയിസൺ ആണ്. ഫസ്റ്റ് കോണ്ടാക്ട് തന്നെ ഇൻസെക്ട് ചത്തുപോകും. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പാണ് സ്റ്റൊമക് പോയിസൺ. അതായത് ഇൻസെക്ട് വന്നിട്ട് ഈ ഒരു ഇൻസെക്ടിസൈഡിനെ കഴിക്കുമ്പോൾ നേരെ അത് സ്റ്റൊമക്കിൽ പോയിട്ട് അവിടെ വച്ചിട്ട് ഇൻസെക്റ്റിനെ കൊന്നുകളയും. അതിന്റെ സ്റ്റൊമക്കൊക്കെ പൊട്ടിത്തെറിച്ച് ഈ ഒരു ഇൻസെക്ട് ചത്തുപോകും. അങ്ങനെയുള്ള പോയിസൺസിനെയാണ് നമ്മൾ സ്റ്റൊമക് പോയിസൺ എന്ന് വിളിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും വരുന്നത് പാരിസ് ഗ്രീൻ കേട്ടിട്ടുണ്ട്, സോഡിയം ഫ്ലൂറൈഡ് അതും കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്റ്റൊമക് പോയിസൺസിന്റെ എക്സാമ്പിൾ ആണ് പാരിസ് ഗ്രീൻ ആൻഡ് സോഡിയം ഫ്ലൂറൈഡ്. നെക്സ്റ്റ് ഫ്യൂമിഗൻസ് ആണ്. ഫ്യൂമിഗൻസ് എന്ന് പറയുമ്പോൾ അതൊരു വേപ്പർ ഫോമിലായിരിക്കും അതിന്റെ ആക്ഷൻ നടക്കുക. ഇപ്പൊ പാറ്റ ഗുളിക എന്ന് പറഞ്ഞ സാധനം ഫ്യൂമിഗന്റിന്റെ എക്സാമ്പിൾ ആണ്. നമ്മൾ വീട്ടിലൊക്കെ വാങ്ങി വെക്കാറുണ്ടല്ലോ പാറ്റ ഗുളിക. അതെന്താണ്, ഒരു സ്ഥലത്തിരിക്കുമ്പോൾ അതിന്റെ ആ ഒരു വേപ്പർ ഫോം കാരണമാണ് ആ ഒരു പാറ്റ ചത്തുപോകുന്നത്. അപ്പോൾ ആ ഒരു ഫ്യൂമിഗൻസ് എന്താണ്, നമുക്ക് ഈ ഒരു ലീതൽ എഫക്ട്സ് ഒക്കെ നിലനിൽക്കുന്നത് കൊണ്ട്, അതായത് പിന്നീട് അതിന്റെ ആ ഒരു എഫക്ട്, ആ ഒരു മണം അവിടെ തന്നെ ചുറ്റിക്കറങ്ങി നിൽക്കുന്നത് കൊണ്ട് ഇൻസെക്റ്റുകളൊക്കെ ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഫ്യൂമിഗൻസിന്റെ എക്സാമ്പിൾ ആണ് സൾഫർ ഡയോക്സൈഡ്. ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പൊ കോണ്ടാക്ട് പോയിസൺ, സ്റ്റൊമക് പോയിസൺ, ഫ്യൂമിഗൻസ് എന്ന് പറഞ്ഞെങ്കിലും ഇതിനകത്ത് ചെറിയ വ്യത്യാസങ്ങൾ വരും. കാരണം നമുക്കിത് ഇങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ മാത്രമേ പോയിസൺസ് അല്ലെങ്കിൽ ഇൻസെക്ടിസൈഡ്സ് ഉണ്ടാവും നമുക്ക് അങ്ങനെ കട്ടയ്ക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഈ പറയുന്ന സ്റ്റൊമക് പോയിസൺ അല്ലെങ്കിൽ നമ്മുടെ കോണ്ടാക്ട് പോയിസൺ, സ്റ്റൊമക് പോയിസൺ എന്ന് പറയുമ്പോൾ 1 ടൈപ്പ് ഓഫ് കോണ്ടാക്ട് പോയിസൺ ആണ്. ഇപ്പൊ കോണ്ടാക്ട് പോയിസൺ എന്ന് പറയുമ്പോൾ അതിന്റെ ദേഹത്ത് തന്നെ മുട്ടണം എന്നില്ല, അതിന്റെ വയറുമായിട്ട് കോണ്ടാക്ട് വന്നാലും എന്താണ്, അതൊരു പോയിസൺ ആണല്ലോ. ഓക്കെ, അതൊരു കോണ്ടാക്ട് പോയിസൺ ആണല്ലോ. സോ അതുകൊണ്ട്
ഈ ഒരു കോണ്ടാക്ട് പോയിസൺ, സ്റ്റൊമക് പോയിസൺ എന്ന് വിളിക്കുന്ന സാധനം കോണ്ടാക്ട് പോയിസൺ, അല്ലെങ്കിൽ കോണ്ടാക്ട് പോയിസൺ എന്ന് വിളിക്കുന്ന സാധനം സ്റ്റൊമക് പോയിസൺ, അങ്ങനെയും വരാം. പിന്നെ നമ്മൾ പഠിക്കാനുള്ള എളുപ്പത്തിൽ, മനസ്സിലാക്കാനുള്ള എളുപ്പത്തിലാണ് നമ്മൾ ഈ ഒരു ഗ്രൂപ്പിങ്ങിന് തരംതിരിച്ച് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പൊ കാണുന്ന പ്രസന്റ് ഡേയിൽ ഒരുപാട് ഇൻസെക്ടിസൈഡ്സ് നമുക്ക് ഈ ഒരു വെക്ടർ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് അവൈലബിൾ ആണ്. അപ്പൊ അതിനകത്ത് നമുക്ക് ഈ ഒരു ഇനോർഗാനിക് കെമിക്കൽസിനെയും അതുപോലെ തന്നെ ലാർവിസൈഡൽ ഓയിൽസിനെയൊക്കെ നമുക്ക് അങ്ങ് മാറ്റിയേക്കാം. ബാക്കി വരുന്ന ഇപ്പൊ നമുക്ക് നമ്മുടെ പ്രസന്റ് ഡേയിൽ നമുക്ക് കിട്ടുന്ന ഇൻസെക്ടിസൈഡ്സ് അതിന് നമ്മൾ കൺവെൻഷനലി 3 ഗ്രൂപ്പ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ആ 3 ഗ്രൂപ്പ്സ് നേരത്തെ നമ്മൾ എന്താണ് മൊത്തത്തിലാണ് ഇൻസെക്ടിസൈഡ്സിനെ മൊത്തത്തിൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്തതാണ്. ഇപ്പൊ അങ്ങനെയല്ല, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻസെക്ടിസൈഡ്സിനെ ഒരു കൺവെൻഷണൽ മെത്തേഡിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പ് 1, അതായത് ഓർഗാനോ ക്ലോറിൻ കോമ്പൗണ്ട്സ്, അതായത് ക്ലോറിൻ വരുന്ന കോമ്പൗണ്ട്സ്, ഓർഗാനോ ക്ലോറിൻ കോമ്പൗണ്ട്സ്. അതിന് എക്സാമ്പിൾ ഏതാണ്? DDT, HCH, ഡയൽറിൻ, ക്ലോർഡൈൻ, ദെൻ മെത്തോക്സിക്ലോർ, ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഓർഗാനോ ക്ലോറിൻ കോമ്പൗണ്ടിൽ വരുന്നത്. ഇനി ഗ്രൂപ്പ് 2 എന്ന് പറയുമ്പോൾ ഓർഗാനോ ഫോസ്ഫറസ് കോമ്പൗണ്ട് ആണ്. അവിടെ പ്രധാനമായിട്ടും ഫോസ്ഫറസ് ആണ് വരുന്നത്. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? മാലത്തിയോൺ, ഫെൻറ്റിയോൺ, ക്ലോർ പൈറിഫോസ് ആൻഡ് അബേറ്റ്. കേട്ടിട്ടുള്ളതാണ് അബേറ്റ് എല്ലാം. ദെൻ മൂന്നാമത്തെ ഗ്രൂപ്പ് കാർബമേറ്റ്സ് ആണ്. അതിനകത്താണ് പ്രോപെക്സറും കാർബാറിലും വരുന്നത്. ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പൊ അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് DDT ആണ്. എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ DDT. DDT എന്താണ് ഫുൾ നെയിം? ഡൈക്ലോറോ ഡൈഫീനൈൽ ട്രൈക്ലോറോ ഈഥൈൻ. നമ്മൾ കുഞ്ഞിലെ +1 +2 സമയത്തൊക്കെ നമ്മളിത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യമായിരിക്കും, ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഈഥൈൻ എന്നുള്ള കാര്യം. അപ്പൊ ഈ DDT ഫസ്റ്റ് ഡിസ്കവർ ചെയ്യുന്നത് ഒരു ജർമ്മൻ കെമിസ്റ്റ് ആണ്. ഒത്മാർ സൈഡ്ലർ എന്നാണ് ആ ഒരു കെമിസ്റ്റിന്റെ പേര്, മറന്നു പോകരുത്. വർഷം 1874 DDT കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റിലെ സിന്തസിസ് എടുക്കുന്ന ആരാണ്? ഈ പറയുന്ന ഒത്മാർ സൈഡ്ലർ എന്ന് പറയുന്ന ഒരു ജർമ്മൻ കെമിസ്റ്റ് ആണ്. പക്ഷേ ഇതിന്റെ ഒരു ഇൻസെക്ടിസൈഡൽ പ്രോപ്പർട്ടീസ് ഡിസ്കവർ ചെയ്തെടുക്കുന്നത് സ്വിസ് സയന്റിസ്റ്റ് ആയിട്ടുള്ള പോൾ മുള്ളർ ആണ്. അത് 1939. അപ്പോൾ 1874 കണ്ടുപിടിച്ചെങ്കിലും ഇൻസെക്ടിസൈഡൽ പ്രോപ്പർട്ടീസ് ഒക്കെ 1939 പോൾ മുള്ളർ ആണ് എന്ത് ചെയ്യുന്നത്? ഡിസ്കവർ ചെയ്ത് എടുക്കുന്നത്. ഇനി പ്രോപ്പർട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ DDT ഒരു വെള്ള കളർ അമോർഫസ് പൗഡർ ആണ്. ഭയങ്കര മൈൽഡ് ആയിട്ടുള്ളൊരു എന്താണ്, അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു സ്മെല്ലാണ് DDTക്ക് ഉള്ളത്. ഇനി വാട്ടറിൽ ഇൻസോല്യൂബിൾ ആണ്, പക്ഷെ ഓർഗാനിക് സോൾവെന്റുകളിൽ ഈ DDT എന്താണ്? സോല്യൂബിൾ ആണ്. ഇനി ആക്ഷൻ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ DDT നമുക്കൊരു കോണ്ടാക്ട് പോയിസൺ ആയിട്ടാണ് വരുന്നത്. എന്താ കോണ്ടാക്ട് പോയിസൺ? ഫസ്റ്റ് കോണ്ടാക്ട് തന്നെ ഇൻസെക്ട് ചത്തു പോകുന്നതിനെയാണ് നമ്മൾ കോണ്ടാക്ട് പോയിസൺ എന്ന് വിളിക്കുന്നത്. ഇൻസെക്റ്റിന്റെ നെർവസ് സിസ്റ്റത്തിനെ അഫക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു DDT വർക്ക് ചെയ്തത്. നമ്മുടെ ഉറുമ്പ് പൊടിയൊക്കെ DDT നമ്മൾ വിളിക്കില്ലേ ഉറുമ്പ് പൊടി, അത് ആ സാധനം തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നെർവസ് സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യും, ഇൻസെക്റ്റിനെ എന്താണ് നെർവസ് സിസ്റ്റത്തിനെ അഫക്ട് ചെയ്തിട്ടാണ് ഈ DDT വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു വർക്കിംഗ് കാര്യങ്ങളിലൂടെ പറയുന്നുണ്ട്. ഇൻസെക്റ്റിന്റെ ബോഡിയിൽ അതിന്റെ ക്യൂട്ടിക്കിൾ, പുറമെ ഔട്ടർ ക്യൂട്ടിക്കിളിൽ കൂടി ഡിസോൾവ് ചെയ്ത് എന്ത് ചെയ്യും? അകത്ത് കയറിയിട്ട് അതിന്റെ കാലിലുള്ള വാക്സി കവറിങ് എല്ലാം ഡിസോൾവ് ചെയ്ത് കളയും. എന്നിട്ട് പതിയെ ആ ഒരു ഇൻസെക്ട് എന്തായിപ്പോവും? പാരലൈസ് ആയിപ്പോവും. പാരലൈസ് ചെയ്ത് ഇങ്ങനെ വീഴും, തളഞ്ഞ് കുഴഞ്ഞ് വീഴും. അതിന്റെ ലെഗ്സും വിങ്സും ഒക്കെ ഉണ്ടായിട്ട് അവസാനം പെടഞ്ഞിട്ട് ആ ഇൻസെക്ട് ചത്തുപോകും. ഇനി DDT ഒരു നമുക്ക് കോണ്ടാക്ട് പോയിസൺ എന്നാണ് പറയുന്നെങ്കിലും തൊട്ടുടനെ ഒന്നും ചത്തുപോകത്തില്ല. അത് കോണ്ടാക്ട് ഫസ്റ്റിലെ ഒരു കോണ്ടാക്ട് വന്നത് കാരണം ചത്തു, അങ്ങനെ പറയുള്ളൂ. പക്ഷെ കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും ഈ DDT എന്ത് ചെയ്യുന്നത്? ആ ഒരു ഇൻസെക്റ്റിനെ കൊന്നു കളയുന്നത്. ഇതിന്റെ റെസിഡ്യുവൽ ആക്ഷൻ, അതായത് ഇപ്പൊ നമ്മൾ ഇന്നിപ്പോ ഇത് കൊടുക്കുകയാണ്, DDT നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു 18 മാസം വരെയൊക്കെ ഇതിന്റെ ഒരു റെസിഡ്യുവൽ ആക്ഷൻ നിലനിൽക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഒരു ലോങ് ടേം റെസിഡ്യുവൽ ആക്ഷൻ കാണിക്കുന്ന ഒരു ഇൻസെക്ടിസൈഡ് ആണ് ഏത്? DDT. പക്ഷേ ഈ 18 മാസം എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ അത് അപ്ലൈ ചെയ്യുന്നത് ആ സർഫസിനനുസരിച്ചാണ്. ഏറ്റവും മോസ്റ്റ് 18 മാസമാണ്, അതിൽ കുറഞ്ഞും വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ മഡ് വാൾസ്, ചെളി കൊണ്ടുള്ള വാൾസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രൊലോങ്ഡ് ആക്ഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. പക്ഷേ ഒരു അബ്സോർപ്ഷൻ റേറ്റ് അനുസരിച്ച് ആ ഒരു എന്താണ് അതിന്റെ ഒരു പ്രൊലോങ്ഡ് ആക്ഷനിൽ വ്യത്യാസങ്ങളൊക്കെ വരാം. ഇനി അതുപോലെ തന്നെ DDTക്ക് ഇൻസെക്റ്റിൽ ഒരു റെപ്പലന്റ് ആക്ഷൻ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഇനി എങ്ങനെ നമുക്ക് ഇത് ആപ്ലിക്കേഷൻ ചെയ്യാം, എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഒരു റെസിഡ്യുവൽ സ്പ്രേ എന്ന രീതിയിൽ DDT നമുക്കൊരു ഡോസേജ് ഓഫ് 100 to
200 milligram square foot ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു റെസിഡ്യുവൽ സ്പ്രേ എന്ന രീതിയിൽ DDT നമുക്ക് എന്ത് ചെയ്യാം? ആപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ്. ഇനി ഫോർമുലേഷൻ, ആ ഒരു ഫോർമുലേഷൻ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു 5% DDT സസ്പെൻഷൻ, അതായത് 5% DDT കാണണം. എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് 1 gallon ഓവർ ആൻ ഏരിയ ഓഫ് 1000 square feet, 1 gallon എന്താണ് 1 gallon ഓവർ ആൻ ഏരിയ ഓഫ് 1000 square feet നമ്മൾ DDT അപ്ലൈ ചെയ്ത് കൊടുക്കണം. ആ ഒരു ഫോർമുലേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ആ കിട്ടുന്ന ഓരോ സ്ക്വയർ ഫീറ്റിലും 200 milligram ഓഫ് DDTയുടെ പ്രസൻസ് ഉണ്ടാവും. മനസ്സിലായല്ലോ ആ സ്റ്റേറ്റ്മെന്റ്? എന്താണ്? ഒരു 5% സസ്പെൻഷൻ ഓഫ് DDT നമ്മൾ എന്ത് ചെയ്യാണ്? 1 gallon ഓവർ ആൻ 1000 square feetലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. 1000 square feetൽ 1 gallon എന്ന രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് കോണ്ടാക്റ്റിൽ വരുന്ന പെർ സ്ക്വയർ ഫീറ്റിൽ ഓരോ സ്ക്വയർ ഫീറ്റിലും എങ്ങനെയായിരിക്കും? 200 milligram ഓഫ് DDTയുടെ പ്രസൻസ് കാണും എന്നാണ് പറയുന്നത്. ഇനി ഡസ്റ്റ് എന്ന രീതിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ 5 to 10% സ്ട്രെങ്ത്തിൽ നമുക്ക് കൊടുക്കാം. എന്തിനൊക്കെ കൊടുക്കാം? ലൈസിന് കൊടുക്കാം, ഫ്ലീസിന് കൊടുക്കാം, ടിക്സിനും ബഗ്സിനും കൊടുക്കാം. ഈ ഇൻസെക്റ്റുകളെല്ലാം നമ്മൾ പഠിച്ചതാണല്ലോ. അപ്പൊ ഈ പറയുന്ന ഇൻസെക്റ്റുകൾക്കെല്ലാം ഒരു ഇൻസെക്ടിസൈഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് DDT. ഇനി എയറോസോൾ സ്പ്രേസ് ആയിട്ടാണ് നമ്മൾ ഇത് ആഡ് ചെയ്തെന്നുണ്ടെങ്കിൽ DDT ആയിരിക്കണം മെയിൻ കോൺസ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് വരുന്നത്. അത് ഇപ്പോഴും നമ്മൾ എന്താണ്? ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇൻസെക്ടിസൈഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഇനി പറയുന്ന കാര്യം അത് ജസ്റ്റ് മനസ്സിൽ വച്ചിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു അടുത്ത വർഷങ്ങളിൽ DDTക്ക് ഒരു റെപ്യൂട്ടേഷൻ കിട്ടിയിട്ടുണ്ട്. അതായത് എൻവയോൺമെന്റ് പൊല്യൂട്ടഡ്, എല്ലാത്തിനും നശിപ്പിക്കുകയാണ്, പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുകയാണെന്നുള്ള രീതിയിൽ DDTയെ പറയുകയുണ്ടായി. കാരണം ഇതിനൊരു ലോങ് ടേം റെസിഡ്യുവൽ എഫക്റ്റ് ആണുള്ളത്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്ത നേരത്തെ നമ്മൾ പറഞ്ഞു 18 monthsന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നാളത്തേക്ക് അതിന്റെ ഒരു എഫക്റ്റ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അഡ്വേഴ്സ് എഫക്റ്റുകൾ പലതരം വൈൽഡ് അനിമൽസിലാണെങ്കിലും അതുപോലെ തന്നെ എന്താണ് പ്ലാന്റ്സിലൊക്കെ ആണെങ്കിലും അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാവുന്നു എന്ന രീതിയിൽ ഒരു എൻവയോൺമെന്റൽ പൊല്യൂട്ടന്റ് എന്നൊരു പേര് ആർക്ക് വന്നു? DDTക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഡെവലപ്ഡ് കൺട്രീസ്, അതായത് നമ്മുടെ UK, സ്വീഡൻ, നോർവേയിലൊക്കെ ഈ ഒരു DDTയുടെ യൂസ് എന്ത് ചെയ്തു? റെസ്ട്രിക്ട് ചെയ്യുന്നു. കാരണം പൊട്ടൻഷ്യൽ ഡേഞ്ചർ ഉണ്ട്, എക്കോസിസ്റ്റത്തിനായാലും വൈൽഡ് ലൈഫിനും ഒക്കെ ഒരു പൊട്ടൻഷ്യൽ ഡേഞ്ചർ ഉണ്ട് എന്ന രീതിയിൽ എന്ത് ചെയ്തു? റെസ്ട്രിക്ട് ചെയ്തു. ഇനി യൂസ് ചെയ്യേണ്ട എന്നുള്ള കാര്യം പറഞ്ഞു വെച്ചു. പക്ഷേ അങ്ങനെയാണെങ്കിലും ഈ DDTയുടെ ആപ്ലിക്കേഷൻ കൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് ഇൻസെക്റ്റുകളെ നശിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഹെൽത്ത് വൈസ് ആണെങ്കിലും ഒരുപാട് ഇൻസെക്റ്റിനെ കില്ല് ചെയ്യുമ്പോൾ അത്രയും ഡിസീസുകളുടെ എണ്ണം കുറയുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളും DDTക്ക് ഉണ്ട്, ബെനിഫിറ്റ്സും ഉണ്ട്. ഇനി അതുപോലെ തന്നെ ഒരു 20 yearsലെ കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എന്താണ് 2 lakh സ്പ്രേമാൻ എംപ്ലോയ്ഡ് മലേറിയ ക്യാമ്പയിൻസിലൊക്കെ ഒരു 2 lakh ഓളം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു DDT ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എന്താണ് 600 to 1000 million people റിപ്പീറ്റഡ്ലി സ്പ്രേ ചെയ്തിരിക്കുന്ന DDT സ്പ്രേ ചെയ്തേക്കുന്ന ഹൗസിൽ ജീവിക്കുന്നുണ്ട്. അവർക്കൊന്നും പ്രത്യേകിച്ചൊരു ടോക്സിക് എഫക്റ്റ് വരുന്നില്ല എന്നുള്ള കാര്യം ഒരു പാസ്റ്റ് 20 വർഷത്തെ കണക്കും പറയുന്നുണ്ട്. അപ്പോൾ WHO എക്സ്പേർട്ട് കമ്മിറ്റി പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? DDTയെ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാലിഡ് റീസൺ ഇല്ല എന്നുള്ള കാര്യത്തിൽ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മലേറിയയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്താലും വേറുള്ള ഡിസീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്താലും ഒന്നും നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാരണം ഇത്രയും വലിയൊരു ടോക്സിക് എഫക്റ്റ് DDT കാരണം വരുന്നു എന്ന് പറയാനില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോഴും നമുക്ക് സ്റ്റില്ലായിട്ട് ഈ ഒരു DDT നല്ലൊരു ഇൻസെക്ടിസൈഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇനി അടുത്ത ഇൻസെക്ടിസൈഡ് ആണ് HCH അല്ലെങ്കിൽ BHC. കേട്ടിട്ടുണ്ടല്ലോ HCH. അപ്പോൾ ബെൻസീൻ ഹെക്സാക്ലോറൈഡ് അല്ലെങ്കിൽ ഹെക്സാക്ലോറോസൈക്ലോഹെക്സൈൻ, അതുമല്ലെങ്കിൽ ഗാമ ഹെക്സൈൻ, അതുമല്ലെങ്കിൽ ഹെക്സിഡോൾ. ഈ ഒരു സാധനം എന്താണ്? മൈക്കൽ ഫാരഡെ 1825 DDTക്ക് മുന്നേ സിന്തസൈസ് ചെയ്തെടുത്ത ഒരു ഇൻസെക്ടിസൈഡ് ആണ്. അപ്പോൾ ഈ ഒരു ഇൻസെക്ടിസൈഡൽ ആക്ടിവിറ്റി DDTക്ക് മുന്നേ തന്നെ USA 1933 കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പ്രോപ്പർട്ടീസ് പറയുന്നത് HCH ഒരു വൈറ്റ് ചോക്ലേറ്റ് കളർ പൗഡർ ആണ്. വല്ലാത്തൊരു മസ്റ്റി സ്മെല്ലെല്ലാം ഉണ്ടാവും. അതുപോലെ തന്നെ ഐസിനും നോസിനും സ്കിന്നിലും ഒക്കെ ചെറിയ രീതിയിലുള്ളൊരു ഇറിറ്റേഷനും ഉണ്ടാക്കുന്നുണ്ട്. ഇനി ക്രൂഡ് ഫോം എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഗാമ ഐസോമർ ആണ് മോസ്റ്റ് ആക്റ്റീവ് ആയിട്ട് വരുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ്. ഇനി ടെക്നിക്കൽ ആയിട്ടുള്ള HCH ആണെങ്കിൽ 13 to 16% ഓഫ് ഗാമ ഐസോമർ ആയിരിക്കും. പ്യുവർ HCH ആവുമ്പോൾ 99% ഗാമ ഐസോമർ ആയിരിക്കും. അതിനെയാണ് നമ്മൾ ലിൻഡേൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ
പല ഇൻസെക്ട്സിന്റെയും ഒരു ഇൻസെക്ടിസൈഡ് കാര്യത്തിൽ നമ്മൾ ലിൻഡെയ്ൻ എന്നൊരു വാക്ക് കയറി വന്നിട്ടുണ്ട്. അപ്പൊ ആ ലിൻഡെയ്ൻ എന്താണ്? 99% ഓഫ് ഗാമ ഐസോമർ ആണ് ലിൻഡെയ്ൻ, അല്ലെങ്കിൽ ഗാമ HCH എന്ന് വിളിക്കുന്നു. അപ്പൊ ഇതൊരു സ്ലൈറ്റ്ലി വോളറ്റൈൽ ആയിട്ടുള്ള ഒരു ഇൻസെക്ടിസൈഡ് ആണ്. അപ്പോൾ DDTയെക്കാളും കുറച്ചും കൂടെ ഇൻസെക്ടിസൈഡ് പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. പക്ഷേ DDT പോലെ ഒരു പ്രൊലോങ്ഡ് എഫക്റ്റ് ഈ ഒരു HCH കാണിക്കുന്നില്ല. അപ്പൊ DDTക്ക് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ നാളത്തേക്ക് അതിന്റെ ഒരു റെസിഡ്യുവൽ എഫക്റ്റ് കാണുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ HCHന് അത്രയും ഒരു റെസിഡ്യുവൽ എഫക്റ്റ് കാണിക്കാനായിട്ട് ഇല്ല. ഇനി ആക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് കോണ്ടാക്ട് വഴി തന്നെയാണ് ഇൻസെക്റ്റിനെ കില്ല് ചെയ്ത് കളയുന്നത്. പക്ഷെ എന്താണ്, റെസിഡ്യുവൽ ആക്ഷൻ ഒരു ഷോർട്ടർ ആക്ഷൻ ആയിരിക്കും, ഏകദേശം 3 മാസം വരെയൊക്കെ നിൽക്കുള്ളൂ. അതുപോലെ DDTയെ പോലെ വലിയൊരു റെസിഡ്യുവൽ ആക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി HCHന് വേപ്പർ എഫക്റ്റിലും എന്ത് ചെയ്യാൻ പറ്റും? ഇൻസെക്റ്റിനെ കില്ല് ചെയ്ത് കളയാൻ പറ്റും. വേപ്പർ രീതിയിലും എന്ത് ചെയ്യാം? ഒരു ഇൻസെക്റ്റിനെ കില്ല് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് DDT പോലെ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഡോസ് ഓഫ് 25 to 50 milligram ഓഫ് ഗാമ HCH പെർ സ്ക്വയർ ഫീറ്റ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എന്താണ് ഇൻസെക്ടിസൈഡ് പ്രോപ്പർട്ടി എല്ലാം അല്ലെങ്കിൽ ഇൻസെക്ടിസൈഡ് കാര്യങ്ങളൊക്കെ ഈ ഒരു HCH കാണിക്കും. ഇനി മൂന്നാമത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാലത്തിയോണിനെ പറ്റിയാണ്. മാലത്തിയോണും കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ മാലത്തിയോൺ എന്ന് പറയുമ്പോൾ ഏറ്റവും ലീസ്റ്റ് ടോക്സിസിറ്റി ഓർഗാനോ ഫോസ്ഫറസ്, നമ്മൾ ഗ്രൂപ്പ് 2 ആണ് ഓർഗാനോ ഫോസ്ഫറസ്. അപ്പൊ ഈ ഓർഗാനോ ഫോസ്ഫറസ് കോമ്പൗണ്ട്സിനകത്ത് ഏറ്റവും ലീസ്റ്റ് ടോക്സിസിറ്റി കാണിക്കുന്ന ഒരു ഇൻസെക്ടിസൈഡ് ആണ് മാലത്തിയോൺ. ഇതിന്റെ ടെക്നിക്കൽ പ്രോഡക്റ്റ് വരുമ്പോൾ അതൊരു യെല്ലോ അല്ലെങ്കിൽ ഒരു ക്ലിയർ ബ്രൗൺ ലിക്വിഡ് ആയിരിക്കും. വളരെ അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു സ്മെല്ല് കാര്യങ്ങളൊക്കെ ആയിരിക്കും. കൊമേഴ്ഷ്യലി വരുമ്പോൾ നമുക്ക് വാട്ടർ ഡിസ്പേഴ്സബിൾ പൗഡേഴ്സും അവൈലബിൾ ആണ്. അപ്പൊ കൊമേഴ്ഷ്യൽ എന്ന് പറയുമ്പോൾ കൂടുതലും ബിസിനസ് ഓറിയന്റഡ് ആയിരിക്കും, നമുക്ക് അതിന് ലാഭം ഉണ്ടാക്കണം. അപ്പൊ പലതരത്തിലുള്ള പ്രോഡക്റ്റ് വരുന്നുണ്ട്. ടെക്നിക്കൽ പ്രോഡക്റ്റ് ആകുമ്പോൾ അതിന്റെ ക്വാളിറ്റി, അതിന്റെ പ്രോപ്പർട്ടീസ് കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്നത്. കൊമേഴ്ഷ്യലി നോക്കുമ്പോൾ വാട്ടർ ഡിസ്പേഴ്സബിൾ പൗഡേഴ്സ് അവൈലബിൾ ആണ്. ഇനി മാലത്തിയോൺ നമുക്ക് 100 to 200 milligram per square feet നമുക്ക് എവറി 3 months അങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാം. ലോ ടോക്സിസിറ്റി ആയതുകൊണ്ട് തന്നെ മാലത്തിയോൺ നമുക്ക് DDTക്ക് പകരമായിട്ട് ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ എന്ന രീതിയിൽ അപ്ലൈ ചെയ്യാം. കാരണം DDTക്ക് ഇത് റെസിഡ്യുവൽ എഫക്റ്റ് കൂടുതലാണെന്ന് പറഞ്ഞു, പ്ലാന്റ്സിനെയും വൈൽഡ് ലൈഫിനെയും അഫക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ലെസ് ടോക്സിക് ആയതുകൊണ്ട് DDTക്ക് പകരം ഒരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ആയിട്ട് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇനി ലോ വോളിയം ULV സ്പ്രേസസ് ഉണ്ടാവും. അപ്പൊ ആ ഒരു ULV അല്ലെങ്കിൽ ലോ വോളിയം മാലത്തിയോൺ സ്പ്രേസ് എന്ന് പറയുമ്പോൾ നമുക്ക് അഡൾട്ട് മോസ്കിറ്റോസിനെയൊക്കെ കൊന്നു കളയാൻ പറ്റും. അപ്പൊ അഡൾട്ട് മോസ്കിറ്റോ കൊല്ലുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊതുകിന്റെ കടിയൊന്നും കൊള്ളേണ്ട ആവശ്യമില്ല. കാരണം അഡൾട്ട് എന്താണ് കടിക്കാൻ വരുന്ന അല്ലെങ്കിൽ കുത്താൻ വരുന്ന കൊതുകിനെ കൊന്നു കളയാൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് കൊന്നു കളയാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡെങ്കു, ഹെമറേജിക് ഫീവറും അതുപോലെ തന്നെ മൊസ്കിറ്റോ ബോൺ എൻസെഫലൈറ്റിസ് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഈ ഒരു മാലത്തിയോൺ സ്പ്രേസ്, ലോ വോളിയം സ്പ്രേസ് യൂസ് ചെയ്യാം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇനി നാലാമത്തെ അബേറ്റ് ആണ്. അബേറ്റ് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ അബേറ്റ് അതിന് നമ്മൾ ടെമഫോസ്, അതായത് ഈ ടെമഫോസ് എന്ന് വെച്ചാൽ കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ഇതിന്റെ പേരാണ് ടെമഫോസ് കേട്ടോ. കൊമേഴ്ഷ്യലി ആയിട്ടുള്ള കാര്യമാണ് ടെമഫോസ് എന്നൊരു പേരുള്ളത്. അപ്പോൾ ഈ അബേറ്റ് എന്ന് പറഞ്ഞാലും എന്താണ്, ഓർഗാനോ ഫോസ്ഫറസ് കോമ്പൗണ്ട് ആണ്, ബ്രൗൺ വിസ്കസ് ലിക്വിഡ് ആണ്, പെട്രോളിയം സോൾവെന്റുകളിൽ സോല്യൂബിൾ ആയിട്ട് വരുന്ന ഒരു സാധനമാണ് ഈ ഒരു അബേറ്റ്. ഇനി ലോ ടോക്സിസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയിൽ അനോഫിലസ് സ്റ്റീഫൻസി മോസ്കിറ്റോസിനെ കൊന്നു കളയാൻ വേണ്ടിയിട്ട് വെൽസിലും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് വാട്ടർ കണ്ടെയ്നേഴ്സിലും ഒക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഡോസേജ് 1.0 പാർട്സ് പെർ മില്യണില് കൂടാൻ പാടില്ല. നോട്ട് ഗ്രേറ്റർ ദാൻ 1.0 പാർട്സ് പെർ മില്യൺ ആണ് പറയുന്നത്. നല്ലതാണെന്ന് കരുതി ഒരുപാട് എടുത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1.0 പാർട്സ് പെർ മില്യണിൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ഏത് മൊസ്കിറ്റോ കൊല്ലാൻ വേണ്ടിയിട്ടാണ്? അനോഫിലസ് സ്റ്റീഫൻസി, അതാണ് സ്റ്റീഫൻസി. അപ്പോൾ അനോഫിലസ് സ്റ്റീഫൻസി മൊസ്കിറ്റോസിനെ കൊന്നു കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെൽസിലും ഡൊമസ്റ്റിക് വാട്ടർ കണ്ടെയ്നറിലൊക്കെ എന്ത് യൂസ് ചെയ്യുന്നത്? അബേറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി അബേറ്റ് ഈ അഡൾട്ട് സൈഡിന് വളരെ ലെസ് എഫക്റ്റ് ആണ്. അഡൾട്ട് സൈഡ് എന്ന് പറയുമ്പോൾ അഡൾട്ട് മൊസ്കിറ്റോസിനെ ഒന്നും കൊന്നു കളയത്തില്ല. നമ്മളിപ്പോൾ നേരത്തെ മാലത്തിയോണിനെ എടുത്ത് അഡൾട്ടിന് യൂസ് ചെയ്യാന്ന് പറഞ്ഞല്ലോ, അതേപോലെ അഡൾട്ട് മൊസ്കിറ്റോ കൊല്ലാൻ വേണ്ടിയിട്ട് നമുക്ക് അബേറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വെള്ളത്തിലൊക്കെ ആകുമ്പോൾ കൊതുക് മുട്ടയിട്ട് ലാർവയൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊന്നു കളയാനായിട്ട് പറ്റും. അഞ്ചാമത്തെ ഡയാസിനോൺ ആണ്. ഡയാസിനോണും കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഡയാസിനോൺ ലിക്വിഡ് പ്രോഡക്റ്റ് ആണ്, വോളറ്റൈൽ ആണ്. ഇത് ഇൻസെക്റ്റിനെ
ഡയറക്റ്റ് കോണ്ടാക്ട് വഴി മാത്രമല്ല ഫ്യൂമിഗന്റ് ആക്ഷൻ വഴിയും കൊന്നു കളയുന്നുണ്ട്. സോ ഉണ്ട്, ഡയറക്റ്റ് കോണ്ടാക്റ്റും അതുപോലെ തന്നെ ഫ്യൂമിഗന്റ് ആക്ഷൻ വഴിയും ഇൻസെക്റ്റിനെ കില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻസെക്ടിസൈഡ് ആണ് ഏത്? ഡയോസിനോൺ. ഇനി ഈ ഒരു നമ്മുടെ DDT റെസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഇൻസെക്റ്റുകൾ ഉണ്ടാവുമല്ലോ. നമ്മൾ ഓൾറെഡി ഒരുപാട് ഇൻസെക്റ്റുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. DDT റെസിസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് ഡയാസിനോൺ യൂസ് ചെയ്യാം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. DDT റെസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഇൻസെക്റ്റുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ DDT ഇട്ടിട്ട് നമുക്ക് എഫക്റ്റീവ് കിട്ടില്ല. അതിന്റെ മീൻസ് എന്താണ്? ഇൻസെക്റ്റുകൾ DDTക്ക് റെസിസ്റ്റന്റ് ആയിട്ട് മാറിയെന്നാണ്. അപ്പൊ അങ്ങനെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് കൊടുക്കാം? ഡയാസിനോൺ യൂസ് ചെയ്ത് കൊടുക്കാം. അത് ഡോസേജ് പറഞ്ഞത് എത്രയാണ്? 60 to 100 milligram per square footലാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഫ്ലൈസ്, ഈച്ചകളെയും മോസ്കിറ്റോസിനെയൊക്കെ കൊല്ലാനായിട്ട് ഒരു ബെസ്റ്റ് ഇൻസെക്ടിസൈഡ് ആണ് ഡയാസിനോൺ. ഇനി മാലത്തിയോണിന്റെയും ഫെൻതിയോണിനെയും ഇവരെ രണ്ടുപേരെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഡയോസിനോൺ എന്താണ്? കുറച്ച് ടോക്സിക് ആണ് മനുഷ്യർക്ക്. ഓക്കെ, മാലത്തിയോണിനെയും ഫെൻതിയോണിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡയോസിനോൺ കുറച്ചും കൂടി ടോക്സിക് എഫക്റ്റ് കാണിക്കുന്നതാണ്. ആറാമത്തെ ഫെൻതിയോൺ ആണ്. ഫെൻതിയോൺ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബേടെക്സ് എന്ന് വിളിക്കുന്നത് ബ്രൗൺ ലിക്വിഡ് ആണ്. ഒരു ഗാർലിക്കിന്റെ, നമ്മുടെ വെളുത്തുള്ളിയില്ലേ, ആ ഒരു ഗാർലിക്കിന്റെ ഒക്കെ സ്മെല്ലുമായിട്ടൊക്കെ അത്രയും ഒരു സിമിലാരിറ്റി ഉള്ള ഒരു സ്മെല്ലുള്ള ഒരു ഇൻസെക്ടിസൈഡ് ആണ് ഫെൻതിയോൺ എന്ന് വിളിക്കുന്ന സാധനം. അപ്പൊ അത് നമുക്ക് വാട്ടറിൽ ഇൻസോല്യൂബിൾ ആണ്. പക്ഷേ കൊമേഴ്ഷ്യലി വാട്ടർ ഡിസ്പെൻസിബിൾ പൗഡേഴ്സ് അവൈലബിൾ ആണ്. അതിനകത്ത് 20 to 40% ഫെൻതിയോണെ കാണുള്ളൂ. വാട്ടർ ഡിസ്പോസിബിൾ പൗഡേഴ്സ് കൊമേഴ്ഷ്യലി അവൈലബിൾ ആണ്. ഇനി ഫെൻതിയോൺ DDT പോലെ തന്നെ നല്ലൊരു എഫക്റ്റ് കാണിക്കുന്ന ഒരു ഇൻസെക്ടിസൈഡ് ആണ്. യൂഷ്വൽ ഡോസേജ് പറഞ്ഞത് നമ്മൾ റെസിഡ്യുവൽ സ്പ്രേസ് ആയിട്ടാണെങ്കിൽ 100 milligram per square feetലാണ് പറയുന്നത്. ഇനി ലാർവിസൈഡ് ആയിട്ട് വരുമ്പോൾ ഫെൻതിയോൺ കുറച്ചും കൂടി പവർഫുൾ ആണ്. അപ്പോൾ ലാർവേനെ കൊന്നു കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസെക്ടിസൈഡ് ആയിട്ടാണ് ആരെ പറയുന്നത്? ഫെൻതിയോണിനെ പറയുന്നത്. ഇനി ഗ്രാന്യൂൾസ് ആയിട്ട്, ഗ്രാന്യൂൾ ഫോമിൽ നമുക്ക് ഫെൻതിയോൺ അവൈലബിൾ ആണ്. 2% ഫെൻതിയോൺ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ ഈ 2% ഫെൻതിയോൺ ഉള്ള ഗ്രാന്യൂൾസ് നമുക്ക് ലാർവയെ കൊന്നു കളയാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ആന്റി ലാർവൽ വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ലാർവേസിനെ കൊന്നു കളയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇവിടെ ഒരു റിസർച്ചിന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പൊ ആ റിസർച്ച് പറയുന്നത് WHO ഫൈലേറിയാസിസ് യൂണിറ്റ് ഇൻ റംഗൂൺ ആണ് പറയുന്നത്. അപ്പൊ അവര് പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 1 parts per million ഈ ഫെൻതിയോൺ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ലാർവയെ കൊന്നു കളയാൻ പറ്റും. ഏതിന്റെ ലാർവയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യൂലെക്സ് ഫാറ്റിജൻസിന്റെ ലാർവയെ കൊന്നു കളയാൻ പറ്റും. ഓക്കെ, അപ്പൊ C ഫാറ്റിജൻസ്, അതായത് ക്യൂലെക്സ് ഫാറ്റിജൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട മൊസ്കിറ്റോ ആണ്, നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പൊ ഈ C ഫാറ്റിജനെ കൊന്നുകളയാൻ, അതിന്റെ ലാർവയെ കൊന്നുകളയാനായിട്ട് നമുക്ക് 1 parts per million ഓഫ് ഫെൻതിയോൺ കൊടുത്തു കഴിഞ്ഞാൽ മതി എന്നാണ് എന്ത് പറയുന്നത്? WHO ഫൈലേറിയാസിസ് റിസർച്ച് യൂണിറ്റ് ഇൻ റംഗൂൺ പറഞ്ഞു വെക്കുന്നത്. അവർ കണ്ടുപിടിച്ച കാര്യമാണ്. അടുത്തത് ഡൈക്ലോറോവോസ് ആണ്. ഡൈക്ലോറോവോസിന് വേറൊരു പേരുണ്ട്, DDVP. നമ്മുടെ പാറ്റ ഗുളികയായിട്ടൊക്കെ വരുന്ന സാധനമാണ് ഈ ഒരു DDVP. അപ്പോൾ ഇതൊരു ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള ഒരു ലിക്വിഡ് ഇൻസെക്ടിസൈഡ് ആണ്. ഇൻസെക്റ്റിനെയൊക്കെ ഫ്യൂമിഗന്റ് ആക്ഷൻ വഴിയിട്ടാണ് ഇൻസെക്റ്റിനെ കൊന്നു കളയുന്നത്. അപ്പോൾ നമുക്ക് എയർക്രാഫ്റ്റുകളെ ഡിസിൻഫെക്ട് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ ഒരു ഡൈക്ലോറോവസ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ DDVPയുടെ ഒരു സ്പെഷ്യൽ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്ന കാര്യമാണ് ഈ ഒരു DDVPയെ നമുക്ക് സോളിഡ് സബ്സ്റ്റൻസ്, അതായത് വാക്സുമായിട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് പല പല സാധനങ്ങളായിട്ട് മാറ്റാൻ പറ്റും. അതായത് ഇപ്പോൾ ടാബ്ലറ്റ് ഫോമിലോ അല്ലെങ്കിൽ ബ്രിക്കിന്റെ ഫോമിലോ ഒക്കെ നമുക്ക് ഈ ഒരു DDVPയെ മാറ്റാൻ പറ്റും. അപ്പൊ അത് അവിടെ ഇരിക്കുമ്പോൾ പതുക്കെ പതുക്കെ എന്ത് പറ്റും? അതിൽ നിന്ന് ആ ഒരു ഫ്യൂമിഗന്റ് വരുന്നതനുസരിച്ച് ഇൻസെക്റ്റുകൾ ചത്തു പൊക്കോളും. ഓക്കെ, ആ ഒരു പ്രോപ്പർട്ടിയാണ് DDVPക്ക് ഉള്ളത്. അപ്പോൾ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫ്യൂമിഗന്റ് ആക്ഷൻ കാണിക്കുന്ന ഒരു ഇൻസെക്ടിസൈഡ് ആണ് ഡൈക്ലോറോവോസ്. അടുത്തത് പ്രോപെക്സർ ആണ്. അപ്പൊ ഈ പ്രോപെക്സർ എന്ന് പറയുമ്പോൾ ഒരു കാർബമേറ്റ് ഇൻസെക്ടിസൈഡ് ആണ്. ഗ്രൂപ്പ് 3 വരുന്നതാണ് കാർബമേറ്റ് ഇൻസെക്ടിസൈഡ്. അപ്പൊ നമുക്ക് ഒരു DDTക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ ഒരു പ്രോപെക്സർ. ഇനി എപ്പോഴാണ് DDTക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്നത്? DDT റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഏരിയാസിൽ മാത്രം. അനോഫിലസ് മൊസ്കിറ്റോസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് DDTക്ക് റെസിസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എന്തിനെ കൊടുക്കാം? പ്രോപെക്സറിനെ കൊടുക്കാം. ഇനി DDT റെസിസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ ഡയൽറിൻ കൊടുക്കും. അതിനും റെസിസ്റ്റന്റ് ആണെങ്കിലാണ്
പ്രോപെക്സർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ DDTക്ക് ബോത്ത് DDTക്കും അതുപോലെ ഡയൽ രണ്ടിനും ഏക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആരെ ഇറക്കും? പ്രോപെക്സറിനെ ഇറക്കിയിട്ടാണ് ഈ ഒരു എന്ത് ചെയ്യുന്നത്, മൊസ്കിറ്റോസിനെയൊക്കെ, അനോഫിലസ് മൊസ്കിറ്റോസിനെയൊക്കെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞത് പൈറിത്രം ആണ്. പൈറിത്രം കേട്ടിട്ടുണ്ടല്ലോ. പൈറിത്രം ഒരു പ്രത്യേകത ഉണ്ട്. എന്തായിരുന്നു? നമ്മൾ പ്ലാന്റിൽ നിന്ന് എക്സ്ട്രാക്ട് എടുക്കുന്ന ഒരു ഇൻസെക്ടിസൈഡ് ആണ് പൈറിത്രം. ഓക്കെ, അപ്പോൾ പൈറിത്രം എന്ന് പറയുന്ന ഇൻസെക്ടിസൈഡ് ഒരു വെജിറ്റബിൾ ഒറിജിൻ ആണ്, പ്ലാന്റിൽ നിന്ന് എക്സ്ട്രാക്ട് എടുക്കുന്നതാണ്. ഏത് പ്ലാന്റ് ആണ്? ക്രൈസാന്തിമം സിനേറേറിഫോളിയം. ക്രൈസാന്തിമം സിനേറേറിഫോളിയം എന്ന് പറയുന്ന ഒരു പ്ലാന്റിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഇൻസെക്ടിസൈഡ് ആണ് പൈറിത്രം. ഈ പ്ലാന്റ് കൾട്ടിവേറ്റ് ചെയ്യുന്ന കൂടുതലും കാശ്മീർ, സിംല, നീൽഗ്രീസ് ഇന്ത്യയിലൊക്കെയാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഫ്ലവേഴ്സിൽ നിന്ന് എടുക്കാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലവേഴ്സിൽ പ്രധാനമായിട്ടും നാല് ആക്റ്റീവ് കണ്ടന്റുകൾ അവൈലബിൾ ആണ്. ആ 4 ആക്റ്റീവ് കണ്ടന്റ് ഏതാണെന്ന് വെച്ചാൽ ഒന്ന് പൈറിത്രിൻ 1 and 2, ദെൻ സിനറിൻസ് 1 and 2, അങ്ങനെ 4 നെർവ് പോയിസൺസ് ഈ ഫ്ലവറിൽ ഉണ്ട്. ആ ഒരു നെർവ് പോയിസൺസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പൈറിത്രം എന്ന ഫോമിൽ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത്. ഇതൊരു സ്പേസ് സ്പ്രേ ആണ്. അതായത് നമ്മളിങ്ങനെ സ്പേസിലേക്ക് ഇങ്ങനെ സ്പ്രേ കൊടുക്കുന്ന സാധനമാണ് ഈ ഒരു പൈറിത്രം. അപ്പോൾ നമുക്ക് അഡൾട്ട് മൊസ്കിറ്റോസിനെയും ബാക്കിയുള്ള ഇൻസെക്റ്റുകളെയൊക്കെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കോണ്ടാക്ട് തന്നെ അതൊക്കെ ചത്തുപൊക്കോളും. ഇപ്പോൾ ഒരു ഫസ്റ്റ് ആ ഒരു ഇൻസ്റ്റന്റ്ലി കില്ല് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ആർക്കുള്ളത്? പൈറിത്രമിനുള്ളത്. ഒരു എക്സലന്റ് ആയിട്ടുള്ള സ്പേസ് സ്പ്രേ ആണ്. ഓക്കെ, സ്പേസ് സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് പൈറിത്രം. ഇനി ഈ പൈറിത്രത്തിന് ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് അതിന് പ്രത്യേകിച്ച് റെസിഡ്യുവൽ ആക്ഷൻ ഒന്നും ഇല്ല. നേരത്തെ നമ്മൾ പല ഇൻസെക്ടിസൈഡ് പറഞ്ഞപ്പോൾ DDT ആണ് പ്രധാനമായിട്ടും വരുന്നത്. വലിയൊരു റെസിഡ്യുവൽ ആക്ഷൻ ഉണ്ട്. പക്ഷേ ഈ പൈറിത്രത്തിന് പ്രത്യേകിച്ച് റെസിഡ്യുവൽ ആക്ഷൻ ഒന്നും ഇല്ല. നമ്മൾ അപ്പോൾ കൊടുക്കുന്നു, അപ്പോഴത് ചത്തുപോകുന്നു. അല്ലാണ്ട് വേറെയുള്ള റെസിഡ്യുവൽ ആക്ഷൻ അതൊരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. കാരണം നമുക്കിങ്ങനെ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇങ്ങനെ സ്പ്രേ പോയാലേ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. ഇപ്പൊ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ 2 മിനിറ്റ് കഴിയുമ്പോൾ ഇൻസെക്റ്റുകളും മൊസ്കിറ്റോസും ഒക്കെ പിന്നെയും വരും. അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് ആർക്കുണ്ട്? പൈറിത്രത്തിന് ഉണ്ട്. നെക്സ്റ്റ് പറഞ്ഞത് സിന്തറ്റിക് പൈറിത്രോയിഡ്സ് ആണ്. അപ്പൊ ഈ സിന്തറ്റിക് പൈറിത്രോയിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നാച്ചുറൽ പൈറിത്രിൻസിനെ മാറ്റിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സിന്തറ്റിക് പൈറിത്രിൻസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഈ ന്യൂലി സിന്തസിസ് എടുക്കുന്ന ഈ സിന്തറ്റിക് പൈറിത്രോയിഡ്സ് ഒരു 10 times നമുക്ക് നാച്ചുറലി ഒക്കറിങ് പൈറിത്രിൻസിനെക്കാളും എഫക്റ്റ് കൂടുതലാണ്. അതങ്ങനെയാണല്ലോ, നമ്മൾ സിന്തറ്റിക് ആയിട്ട് എടുക്കുന്ന സാധനങ്ങൾക്ക് കുറച്ച് എഫക്റ്റ് കൂടുതലായിരിക്കും നാച്ചുറലി ഒക്കറിങ്ങിനേക്കാളും കൂടുതൽ. അപ്പൊ ഈ സിന്തറ്റിക് പൈറിത്രോയിഡ്സിൽ ഏറ്റവും മോസ്റ്റ് പ്രോമിസിങ് അല്ലെങ്കിൽ മോസ്റ്റ് എഫക്റ്റീവ് ഉള്ളതായിട്ട് പറയുന്നത് പെർമെത്രിൻ, റെസിമെത്രിൻ, ഡെൽറ്റാമെത്രിൻ എക്സെട്ര. ഇനിയുണ്ട്, നമുക്കിപ്പോൾ 3 തൽക്കാലം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പെർമെത്രിൻ, റെസിമെത്രിൻ, ഡെൽറ്റാമെത്രിൻ ഒക്കെയാണ് സിന്തറ്റിക് പൈറിത്രോയിഡ്സിലെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് പറഞ്ഞു വെക്കുന്നത്. അടുത്ത 11ാമത്തേത് റോട്ടിനോൺ ആണ്. ഈ റോട്ടിനോൺ എന്ന് പറയുമ്പോൾ ഒരു പ്ലാന്റിന്റെ റൂട്ടിൽ നിന്ന്, ഇപ്പൊ പേരിൽ തന്നെ ഉണ്ട് റോട്ടിനോൺ റൂട്ട്സ്. ഓക്കെ, അങ്ങനെ പഠിച്ചോളുക. ഇപ്പൊ റോട്ടിനോൺ എവിടെ നിന്ന് വരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂട്ട്സ് ഓഫ് പ്ലാന്റ്. ഏത് പ്ലാന്റ് ആണ്? ഡെറിസ് എലിപ്റ്റിക്ക എന്ന് വിളിക്കുന്ന. അപ്പൊ അതിനെ നമ്മള് പോയിസൺ വൈൻ എന്നാണ് സാധാരണ പറഞ്ഞത്. അതിന്റെ മലയാളം നെയിം ഒന്നും നമുക്ക് അങ്ങനെ അവൈലബിൾ അല്ല. അപ്പൊ പോയിസൺ വൈൻ എന്ന് സാധാരണ വിളിക്കുന്ന ഒരു ഡെറിസ് എലിപ്റ്റിക്ക എന്ന് പറയുന്ന ഒരു പ്ലാന്റിന്റെ റൂട്ട്സിൽ നിന്നാണ് ഈ റോട്ടിനോൺ എന്ന് പറയുന്ന ഇൻസെക്ടിസൈഡ്സ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇനി ഈ റൂട്ട്സിൽ നിന്ന് എങ്ങനെ എടുക്കും? റൂട്ട്സിനെ കളക്ട് ചെയ്യുക, നന്നായിട്ട് ഉണക്കുക, നന്നായിട്ട് പൗഡർ ചെയ്യുക, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ആ പൗഡർ നമ്മൾ എടുക്കണം. അതിനകത്ത് നമുക്ക് 4 to 5% ഓഫ് റോട്ടിനോൺ കണ്ടന്റ് ഉണ്ടാവും. അത് നമുക്കൊരു ഇൻസെക്ടിസൈഡ് ഡസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ റോട്ടിനോൺസ് നമുക്ക് ഓർഗാനിക് സോൾവെന്റ് ആയിട്ടുള്ള ക്ലോറോഫോമിലൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാവുന്നതാണ്. ഇനി റോട്ടിനോൺസ് നമ്മൾ ലൈസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫ്ലീസ്, മൈറ്റ്സ്, ടിക്സ് ഇവയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻസെക്ടിസൈഡ് ആണ് റോട്ടിനോൺ. എവിടെ നിന്ന് എടുക്കും? റൂട്ട്സ് ഓഫ് പോയിസൺ വൈൻ അല്ലെങ്കിൽ ഡെറിസ് എലിപ്റ്റിക്ക എന്ന് പറയുന്ന പ്ലാന്റിൽ നിന്നാണ് എടുക്കുന്നത്. ഇനി 12ാമത് പറഞ്ഞ മിനറൽ ഓയിൽസ് ആണ്. അപ്പൊ മിനറൽ ഓയിൽസിനകത്ത് നമ്മൾ കെറോസിനും ക്രൂഡ് ഓയിലും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അതിന് എക്സാമ്പിൾ ഞാൻ അന്ന് ആ ഒരു മൊസ്കിറ്റോയുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് കെറോസിൻ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ലാർവയൊക്കെ ചത്തുപോകും. കാരണം ശ്വസിക്കാൻ ഓക്സിജൻ കിട്ടാണ്ട് ചത്തുപോകുന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊസ്കിറ്റോസിന്റെ ലാർവേസും അതിന്റെ പ്യൂപ്പയൊക്കെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം?
കെറോസിനും ക്രൂഡ് ഓയിലും ഒക്കെ യൂസ് ചെയ്യാം. ഈ ഓയിൽ എന്ത് ചെയ്യും, ആ ഒരു അക്വാട്ടിക് സ്റ്റേജസ് ഓഫ് മൊസ്കിറ്റോയെ സഫോക്കേറ്റ് ചെയ്യും. അതിന് ബ്രീത്ത് ചെയ്യാനൊന്നും പറ്റാണ്ട് വന്നിട്ടായിരിക്കും അത് ചത്തുപോകുന്നത്. ഇനി ഈ ഓയിലിന്റെ കില്ലിംഗ് പവർ നമുക്ക് DDTയോ അല്ലെങ്കിൽ HCHO അതർ കെമിക്കൽസോ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് കില്ലിംഗ് പവർ കൂട്ടിക്കൊടുക്കാവുന്നതാണ്. ഇനി ഓയിൽസ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അക്വാട്ടിക് വെജിറ്റേഷനും അതുപോലെ ആ അക്വാട്ടിക് ഹാബിറ്ററ്റിലുള്ള ഫിഷിനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് നമുക്കതൊരു ഭയങ്കര വലിയ സൊല്യൂഷൻ ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. എങ്കിലും എന്താണ്, ഒരു കില്ലിംഗ് പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഒരു മോസ്കിറ്റോസിനെ കില്ല് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻസെക്ടിസൈഡ് ആയിട്ട് കണക്കാക്കുന്നതാണ്. ഇനി ഏറ്റവും ലാസ്റ്റ് പറയാൻ പോകുന്ന പാരീസ് ഗ്രീനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ആയതുകൊണ്ട് തള്ളിക്കളയരുത്, കുറച്ച് ഇമ്പോർട്ടൻസ് കൂടിയ ആളാണ് ആര്, പാരീസ് ഗ്രീൻ. അപ്പൊ ഇത്രയും നേരം നമ്മൾ ഈ ഇൻസെക്ടിസൈഡ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തല്ലോ. അപ്പൊ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏതൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എന്നുള്ള കാര്യം. അപ്പൊ DDT ഇമ്പോർട്ടന്റ് ആണ്, പാരീസ് ഗ്രീൻ ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ ഇപ്പൊ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച റോട്ട്നോൺ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം അതിനൊക്കെ നമുക്ക് എടുത്തു പറയാനായിട്ട് ഒരു സ്പെസിഫിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് സ്ട്രെസ് കൂടുതൽ കൊടുത്ത് പഠിക്കുക. അപ്പൊ അങ്ങനെ ഒന്ന് സ്ട്രെസ് കൂടുതൽ കൊടുത്ത് പഠിക്കേണ്ട ആളാണ് പാരീസ് ഗ്രീനും. അപ്പൊ ഈ പാരീസ് ഗ്രീൻ അല്ലെങ്കിൽ കോപ്പർ അസെറ്റോ അൾസനേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഇൻസെക്ടിസൈഡ് എമറാൾഡ് ഗ്രീൻ കളറിലാണ് ഉള്ളത്. ഒരു മൈക്രോ ക്രിസ്റ്റലൈൻ പൗഡർ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പാരീസ് ഗ്രീൻ മനസ്സിലിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്ലൈഡും ആ ഒരു കളർ എമറാൾഡ് ഗ്രീൻ കളറിൽ കൊടുത്തത്. അപ്പൊ ഈ ഒരു സ്ലൈഡ് ഈ ഒരു PPT എങ്കിലും മനസ്സിൽ നിൽക്കണം. എന്താണ് പാരീസ് ഗ്രീനിന്റെ കളർ എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഈ PPT എങ്കിലും ഓർത്തിട്ട് പറയുക എന്താണ്, എമറാൾഡ് ഗ്രീൻ ആണ് കളർ. ഓക്കെ, അതൊരു മൈക്രോ ക്രിസ്റ്റലൈൻ പൗഡർ ആണ്. പ്രാക്ടിക്കലി വാട്ടറിൽ ഇൻസോല്യൂബിൾ ആണ്, പക്ഷേ അമോണിയ അതുപോലെ കോൺസെൻട്രേറ്റഡ് ആസിഡ്സിലൊക്കെ എന്താണിത്, നല്ല സോല്യൂബിൾ ആണ്. ഇനി ഗുഡ് സാമ്പിൾ ഓഫ് പാരീസ് ഗ്രീനകത്ത് ഏകദേശം 50% ആഴ്സനിസ് ഓക്സൈഡ് ഉണ്ടാവും. പാരീസ് ഗ്രീൻ ഒരു സ്റ്റൊമക് പോയിസൺ ആണ്. അപ്പൊ എന്താണ്, കഴിച്ചു കഴിഞ്ഞാൽ അകത്ത് പോയിട്ട് അതിന്റെ സ്റ്റൊമക് ഒക്കെ എന്താണ് ഡിസോൾവ് ചെയ്യിപ്പിച്ചിട്ടായിരിക്കും ആ ഒരു ഇൻസെക്ടിനെ പാരീസ് ഗ്രീൻ കൊന്നു കളയുന്നത്. നെക്സ്റ്റ് പറയുന്നത് DDT കണ്ടുപിടിക്കുന്നത് വരെ ഈ ഒരു പാരീസ് ഗ്രീൻ ആണ് അനോഫിലസ് ലാർവെ, അനോഫിലസ് മോസ്കിറ്റോയുടെ അനോഫിലിൻ ലാർവയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത്. നമ്മൾ 2% ഡസ്റ്റ് ബ്രീഡിംഗ് പ്ലേസസിലൊക്കെ ഓരോ ആഴ്ച തോറും എന്ത് ചെയ്യും കൊണ്ട് നമ്മൾ വിതറി കൊടുക്കും. അങ്ങനെയാണ് കൊന്നുകൊണ്ടിരുന്നത്. അപ്പോഴാണ് DDT കണ്ടുപിടിക്കുന്നത്. പിന്നെ പാരീസ് ഗ്രീനെ പതുക്കെ ഒഴിവാക്കിയതിന് ശേഷം DDTയിലേക്കായി. ഇപ്പോൾ DDTയും എന്ത് പറ്റി, ലാർവേസ് റെസിസ്റ്റന്റ് ആകുമ്പോൾ നമ്മൾ പുതിയ കെമിക്കൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് കൊടുത്തോണ്ടേ ഇരിക്കും. ഇനി ഈ പാരീസ് ഗ്രീന് ബ്രസീലിലും ഈജിപ്തിലും യൂസ് ചെയ്യുന്നുണ്ട്. ബ്രസീലിൽ യൂസ് ചെയ്യുന്നത് അനോഫിലസ് ഗാംബിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രസീലില് ഈ ഒരു 1940 സമയത്തൊക്കെ ബ്രസീലിൽ പാരീസ് ഗ്രീൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഈജിപ്തിനകത്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെയിം സ്പീഷീസിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1944 യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു രണ്ട് കാര്യങ്ങളും കൂടി ഒന്ന് ഓർമ്മിച്ചോളുക. കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ഇൻസെക്ടിസൈഡ് ക്ലാസിഫിക്കേഷൻ? ഇൻസെക്ടിസൈഡിനെ ക്ലാസിഫൈ ചെയ്തതിൽ വരാത്ത ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ കോണ്ടാക്ട് പോയിസൺ, ഓപ്ഷൻ ബി സ്റ്റൊമക് പോയിസൺ, ഓപ്ഷൻ സി ഫ്യൂമിഗൻസ്, ഓപ്ഷൻ ഡി ഹെർബിസൈഡ്. ഏതാണ്? ഓപ്ഷൻ ഡി ഹെർബിസൈഡ് ആണ് ആൻസർ. Next question, which scientist discovered the insecticidal properties of DDT in 1939? ഏത് സയന്റിസ്റ്റ് ആണ് DDTയുടെ ഇൻസെക്ടിസൈഡൽ പ്രോപ്പർട്ടീസ് ഡിസ്കവർ ചെയ്തത്? DDT സിന്തസൈസ് ചെയ്തെടുത്തതല്ല, DDTയുടെ ഇൻസെക്ടിസൈഡൽ പ്രോപ്പർട്ടീസ് ഡിസ്കവർ ചെയ്തെടുത്തതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ പോൾ മുള്ളർ, ഓപ്ഷൻ ബി സെയ്ഡ്ലർ, ഓപ്ഷൻ സി ലൂയിസ് പാസ്ചർ, ഓപ്ഷൻ ഡി റോബർട്ട് കോഷ്. ഏതാണ്? ഓപ്ഷൻ എ പോൾ മുള്ളർ ആണ് ആൻസർ. Next question, which of the following is an example of an organochlorine compound? തന്നിരിക്കുന്നതിൽ organochlorine compoundന് എക്സാമ്പിൾ ഏതാണ്? ഓപ്ഷൻ എ മാലത്തിയോൺ, ഓപ്ഷൻ ബി DDT, ഓപ്ഷൻ സി പ്രോപക്സർ, ഓപ്ഷൻ ഡി അബേറ്റ്. ഏതാണ്? ഓപ്ഷൻ ബി DDT ആണ് ആൻസർ. Next question, which insecticide works by giving off vapors that have a lethal effect on insect? ഇൻസെക്റ്റുകളില് ഒരു ലീതൽ എഫക്റ്റ് വേപ്പേഴ്സ് വഴി ഉണ്ടാക്കുന്ന ഇൻസെക്ടിസൈഡ് ഏതാണ്? ഓപ്ഷൻ എ കോണ്ടാക്ട് പോയിസൺ, ഓപ്ഷൻ ബി സ്റ്റൊമക് പോയിസൺ, ഓപ്ഷൻ സി ഫ്യൂമിഗന്റ്, ഓപ്ഷൻ ഡി റെപ്പലന്റ്. ഏതാണ്? ഫ്യൂമിഗന്റ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, DDT പ്രൈമറിലി ആക്ട് ആസ് എ. DDT പ്രൈമറിലി എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ഓപ്ഷൻ എ സ്റ്റൊമക് പോയിസൺ, ഓപ്ഷൻ ബി കോണ്ടാക്ട് പോയിസൺ, ഓപ്ഷൻ സി ഫ്യൂമിഗന്റ്, ഓപ്ഷൻ ഡി റെപ്പലന്റ്. എങ്ങനെ ആക്ട് ചെയ്യുന്നു? ഓപ്ഷൻ ബി കോണ്ടാക്ട് പോയിസൺ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
Which of the following insecticides is an organophosphorus compound? Organophosphorus compound inde example ഏതാണ് താഴെ തന്നിരിക്കുന്നത്? ഓപ്ഷൻ എ DDT, ഓപ്ഷൻ ബി HCH, ഓപ്ഷൻ സി മാലത്തിയോൺ, ഓപ്ഷൻ ഡി കാർബാറിൻ. ഓപ്ഷൻ സി മാലത്തിയോൺ ആണ് ആൻസർ. Next question, which of the following is a disadvantage of using DDT? DDT യൂസ് ചെയ്യുന്നതിലുള്ള ഡിസ്അഡ്വാൻറ്റേജ് എന്താണ്? ഓപ്ഷൻ എ ഹൈ കോസ്റ്റ്, ഓപ്ഷൻ ബി ഇമ്മീഡിയറ്റ് ഇൻസെക്ട് മോർട്ടാലിറ്റി, ഓപ്ഷൻ സി എൻവയോൺമെന്റൽ പൊല്യൂഷൻ, ഓപ്ഷൻ ഡി ലോ റെസിഡ്യുവൽ ആക്ഷൻ. എന്താ കാര്യം? ഓപ്ഷൻ സി എന്താണ്? എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആണ്. ഒരുപാട് പ്ലാന്റ്സിനെയും ഒരുപാട് അനിമൽസിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? DDT അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, DDT മെയിൻലി അഫക്ട്സ് ഇൻസെക്ട്സ് ബൈ. എങ്ങനെയാണ് DDT ഇൻസെക്റ്റുകളെ മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്നത്? ഓപ്ഷൻ എ അറ്റാക്കിംഗ് ദെയർ ഡൈജസ്റ്റീവ് സിസ്റ്റം, ഓപ്ഷൻ ബി ഡിസ്റപ്റ്റിംഗ് ദെയർ നെർവസ് സിസ്റ്റം, ഓപ്ഷൻ സി പോയിസണിങ് ദെയർ ബ്ലഡ്, ഓപ്ഷൻ ഡി റെപ്പലിംഗ് ദം. എന്ത് ചെയ്യും? അതിന്റെ നെർവസ് സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യും. അതിന്റെ ക്യൂട്ടിക്കിൾ വഴി പെനിട്രേറ്റ് ചെയ്ത് ബോഡിക്ക് അകത്ത് കയറിയിട്ട് കാലിലും അതുപോലെ ദേഹത്തേക്കുള്ള വാക്സി കോട്ടിങ്ങിൽ അഫക്ട് ചെയ്യും. അപ്പൊ പതുക്കെ പതുക്കെ എന്ത് ചെയ്യും? ആ ഒരു ഇൻസെക്ട് പെടഞ്ഞായിരിക്കും ചാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് DDT ഈസ് ഫോൾസ്? തന്നിരിക്കുന്നതിൽ DDT കുറിച്ച് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓപ്ഷൻ എ പറയുന്നു ഇറ്റ് ഹാസ് എ മൈൽഡ് ബട്ട് നോട്ട് അൺപ്ലസന്റ് സ്മെൽ, ഓപ്ഷൻ ബി ഇറ്റ് ഡിസോൾവ്സ് ഇൻ വാട്ടർ ഈസിലി, ഓപ്ഷൻ സി ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ റെസിഡ്യുവൽ സ്പ്രേ, ഓപ്ഷൻ ഡി ഇറ്റ് ഹാസ് നോ റെപ്പലന്റ് ആക്ഷൻ. അപ്പോൾ ഏതാ ഉത്തരം? ഓപ്ഷൻ ബി ഇറ്റ് ഡിസോൾവ്സ് ഇൻ വാട്ടർ ഈസിലി ആണ് ഉത്തരം. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഹാവ് സം കൺട്രീസ് റെസ്ട്രിക്റ്റഡ് ദ യൂസ് ഓഫ് DDT? ചില രാജ്യങ്ങൾ DDTയുടെ യൂസ് റെസ്ട്രിക്ട് ചെയ്യാനുള്ള റീസൺ എന്താണ്? ഓപ്ഷൻ എ ഇറ്റ് ഈസ് എക്സ്പെൻസീവ്, ഓപ്ഷൻ ബി ഇറ്റ് ഈസ് ഇൻഎഫക്റ്റീവ് അഗെയിൻസ്റ്റ് ഇൻസെക്ട്, ഓപ്ഷൻ സി ഇറ്റ് ഈസ് ഹാംഫുൾ ടു ദ എൻവയോൺമെന്റ് ആൻഡ് വൈൽഡ് ലൈഫ്, ഓപ്ഷൻ ഡി ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മാനുഫാക്ചർ. എന്താണ്? ഓപ്ഷൻ സി ഇറ്റ് ഈസ് ഹാംഫുൾ ടു എൻവയോൺമെന്റ് ആൻഡ് വൈൽഡ് ലൈഫ് എന്ന കാരണം കൊണ്ടാണ് കുറച്ച് രാജ്യങ്ങൾ DDTയെ റെസ്ട്രിക്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ കാർബമേറ്റ് ഇൻസെക്ടിസൈഡ്? തന്നിരിക്കുന്നതിൽ കാർബമേറ്റ് ഇൻസെക്ടിസൈഡിന്റെ എക്സാമ്പിൾ ഏതാണ്? ഓപ്ഷൻ എ ക്ലോർപൈർഫോസ്, ഓപ്ഷൻ ബി ഡയൽഡ്രിൻ, ഓപ്ഷൻ സി പ്രോപെക്സർ, ഓപ്ഷൻ ഡി മെത്തോക്സിക്ലോർ. ഏതാണ്? ഓപ്ഷൻ സി പ്രോപെക്സർ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫോർമുലേഷൻ ഓഫ് DDT is commonly used for spraying on walls to control insect? വാൾസിലെ ഇൻസെക്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് DDT ഫോർമുലേഷൻ യൂസ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ 10% ഡസ്റ്റ്, ഓപ്ഷൻ ബി 5% സസ്പെൻഷൻ, ഓപ്ഷൻ സി 50% സൊല്യൂഷൻ, ഓപ്ഷൻ ഡി 20% എയറോസോൾ. എന്താണ്? ഓപ്ഷൻ ബി 5% സസ്പെൻഷൻ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ സിന്തസൈസ്ഡ് ബെൻസീൻ ഹെക്സാക്ലോറൈഡ് HCH ഫോർ ദി ഫസ്റ്റ് ടൈം? ആരാണ് ബെൻസീൻ ഹെക്സാക്ലോറൈഡ് HCH ഫസ്റ്റ് ടൈമിൽ സിന്തസൈസ് എടുക്കുന്നത്? ഓപ്ഷൻ എ പോൾ മുള്ളർ, ഓപ്ഷൻ ബി മൈക്കിൾ ഫാരഡേ, ഓപ്ഷൻ സി റോബർട്ട് കോച്ച്, ഓപ്ഷൻ ഡി ലൂയിസ് പാസ്ചർ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി മൈക്കിൾ ഫാരഡേ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഐസോമർ ഓഫ് HCH ഇസ് ദി മോസ്റ്റ് ഇൻസെക്ടിസൈഡൽ? HCHന്റെ ഏത് ഐസോമർ ആണ് നമ്മൾ മോസ്റ്റ് ഇൻസെക്ടിസൈഡൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്നത്? ഓപ്ഷൻ സി ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ. ഏതാണ്? ഗാമ. നമ്മൾ ഗാമ ഐസോമറിന്റെ കാര്യം മാത്രമാണ് ഈ ഒരു HCHുമായിട്ട് ബന്ധപ്പെട്ട് മെൻഷൻ ചെയ്ത് പഠിച്ചത്. അത് മാത്രം മനസ്സിൽ വെച്ചിരുന്നാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് HCH ഇസ് ട്രൂ? HCHുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു HCH ഹാസ് എ ലോങ്ങർ റെസിഡ്യുവൽ ആക്ഷൻ ദാൻ DDT. ഓപ്ഷൻ ബി HCH ഹാസ് ബോത്ത് കോണ്ടാക്ട് ആൻഡ് വേപ്പർ ആക്ഷൻ ഓൺ ഇൻസെക്ട്. ഓപ്ഷൻ സി HCH ഈസ് ഓർഡർലെസ് ആൻഡ് നോൺ ഇറിറ്റേറ്റിംഗ്. ഓപ്ഷൻ ഡി HCH ഈസ് മോർ ടോക്സിക് ദാൻ അതർ ഓർഗാനോഫോസ്ഫേറ്റ്സ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി HCH ഹാസ് ബോത്ത് കോണ്ടാക്ട് ആൻഡ് വേപ്പർ ആക്ഷൻ ഓൺ ഇൻസെക്ട്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇൻസെക്ടിസൈഡ് ഹാസ് ദി ലീസ്റ്റ് ടോക്സിസിറ്റി അമംഗ് ഓർഗാനോഫോസ്ഫറസ് കോമ്പൗണ്ട്സ്? ഓർഗാനോഫോസ്ഫറസ് കോമ്പൗണ്ട്സ് എല്ലാം എടുക്കുമ്പോൾ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ളൊരു ടോക്സിസിറ്റി കാണിക്കുന്ന ഇൻസെക്ടിസൈഡ് ഏതാണെന്നാണ്? ഓപ്ഷൻ എ DDT, ഓപ്ഷൻ ബി മാലത്തിയോൺ, ഓപ്ഷൻ സി HCH, ഓപ്ഷൻ ഡി ലിൻഡെ. ഏതാണ്? ഓപ്ഷൻ ബി മാലത്തിയോൺ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാലത്തിയോൺ ഈസ് കോമൺലി യൂസ്ഡ് ഫോർ കൺട്രോളിംഗ് വിച്ച് വെക്ടർ ബോൺ ഡിസീസസ്? ഏത് വെക്ടർ ബോൺ ഡിസീസസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാലത്തിയോൺ കോമൺലി യൂസ് ചെയ്യുന്നതാണ്? ഓപ്ഷൻ എ പ്ലേഗ് ആൻഡ് ടൈഫസ്, ഓപ്ഷൻ ബി മലേറിയ ആൻഡ് ഫൈലേറിയാസിസ്, ഓപ്ഷൻ സി ഡെങ്കു ആൻഡ് മൊസ്കിറ്റോ ബോൺ എൻസെഫലൈറ്റിസ്, ഓപ്ഷൻ ഡി കോളറ ആൻഡ് ടൈഫോയിഡ്. ഏതാ ആൻസർ? ഓപ്ഷൻ സി ഡെങ്കു ആൻഡ് മൊസ്കിറ്റോ ബോൺ എൻസെഫലൈറ്റിസ് ആണ് ആൻസർ.
ഓക്കെ, അപ്പോൾ ഏത് വെക്റ്റർ ബോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെങ്കുവിന്റെ വേണ്ടെങ്കിലും കിടക്കട്ടെ, പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് വെക്റ്റർ ബോൺ ഇൽനസസ് എന്നാണ്. അപ്പോൾ ഏത് വെക്ടർ എന്ന് മാത്രം മതി, മൊസ്കിറ്റോ ബോൺ ആണെന്ന് മാത്രം മതി, എങ്കിലും കിടക്കട്ടെ, ഉത്തരം അങ്ങനെ കിടക്കട്ടെ, കുഴപ്പമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഈസ് മാലത്തിയോൺ പ്രിഫേർഡ് ഓവർ DDT ഇൻ സം കേസസ്? ചില ഇടങ്ങളിൽ നമ്മൾ DDTയെക്കാളും മാലത്തിയോൺ പ്രിഫർ ചെയ്യുന്നതിന്റെ റീസൺ എന്താണ്? ഓപ്ഷൻ എ, ഇറ്റ് ഈസ് മോർ പെർസിസ്റ്റന്റ് ഇൻ ദ എൻവയോൺമെന്റ്. Option B, it has pleasant smell. Option C, it has lower toxicity to humans. Option D, it is more expensive. എന്താണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ഹ്യൂമൻസിന് ലെസ് ടോക്സിസിറ്റി ഉള്ള ഒരു ഇൻസെക്ടിസൈഡ് ആണ് മാലത്തിയോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, DDT വാസ് ഫസ്റ്റ് സിന്തസൈസ്ഡ് ബൈ പോൾ മുള്ളർ ഇൻ 1939. 1939 പോൾ മുള്ളർ എന്ത് ചെയ്തു? DDTയുടെ ഇൻസെക്ടിസൈഡൽ പ്രോപ്പർട്ടീസ് ഡിസ്കവർ ചെയ്തു. പക്ഷെ ഫസ്റ്റ് സിന്തസൈസ് എടുക്കുന്ന ആരാണ്? ഓത്മാൻ സൈറ്റ്ലർ ആണ്. ഓത്മാൻ സൈറ്റ്ലർ ആണ് കണ്ടുപിടിക്കുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് ഇവിടെ എന്താണ്? തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, HCH ഈസ് മോർ ഇൻസെക്ടിസൈഡൽ ദാൻ DDT ബട്ട് ഈസ് റെസിഡ്യൂവൽ ആക്ഷൻ ഷോർട്ടർ. HCH എന്താണ്? DDTയെക്കാളും കുറച്ചും കൂടി മോർ ഇൻസെക്ടിസൈഡൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ റെസിഡ്യൂവൽ ആക്ഷൻ കുറച്ച് കുറവാണ്. സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്, റെസിഡ്യൂവൽ ആക്ഷൻ ഓഫ് DDT മേ ലാസ്റ്റ് ആസ് ലോങ് ആസ് 18 months ഡിപ്പെൻഡിങ് ഓൺ ദി ട്രീറ്റഡ് സർഫസ്. 18 മാസം വരെയൊക്കെ ഏതിലാണോ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സർഫസിനനുസരിച്ച് അതിന്റെ റെസിഡ്യൂവൽ ആക്ഷൻ നിലനിൽക്കുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ ബിയും സിയും ആണ് ആൻസർ ആയിട്ട് കിട്ടിയേക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, HCH ഹാസ് നോ വേപ്പർ എഫക്ട് ഓൺ ഇൻസെക്ട് ആൻഡ് ഓൺലി വർക്ക്സ് ബൈ കോണ്ടാക്ട്. HCHന് എന്തുണ്ട്? വേപ്പർ എഫക്റ്റും ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, മെനി ഡെവലപ്ഡ് കൺട്രീസ് ഇൻക്ലൂഡിംഗ് ദ UK ആൻഡ് സ്വീഡൻ ഹാവ് റെസ്ട്രിക്റ്റഡ് ദ യൂസ് ഓഫ് DDT ഡ്യൂ ടു ഇറ്റ്സ് എൻവയോൺമെന്റൽ ഇമ്പാക്ട്. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതിന് ഒരുപാട് റെസിഡ്യുവൽ എഫക്റ്റ് ഉള്ളത് കൊണ്ടും അതിന്റെ ഇമ്പാക്ട് എൻവയോൺമെന്റിനെ മോശമായിട്ട് ബാധിക്കുന്നത് കൊണ്ടും ഒരുപാട് ഡെവലപ്ഡ് കൺട്രീസ് DDTയുടെ യൂസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, മാലത്തിയോൺ ഈസ് എ ഓർഗാനോ ക്ലോറിൻ കോമ്പൗണ്ട് ആൻഡ് ഈസ് ഹൈലി ടോക്സിക് ടു ഹ്യൂമൻസ്. തെറ്റാണ്. മാലത്തിയോൺ എന്താണ്? ഓർഗാനോ ഫോസ്ഫറസ് കോമ്പൗണ്ട്സിൽ കുറച്ച് ലെസ് ടോക്സിക് ആയിട്ട് വരുന്ന ഒരു ഇൻസെക്ടിസൈഡ് ആണ്. സോ എയും സിയും ആണ് നമുക്ക് തെറ്റായിട്ട് കിട്ടിയേക്കുന്നത്. ഓപ്ഷൻ ബി, എ ആൻഡ് സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Next question, what is the main reason malathion has been recommended as an alternative insecticide to DDT? DDTക്ക് ഒരു ആൾട്ടർനേറ്റീവ് ഇൻസെക്ടിസൈഡ് ആയിട്ട് മാലത്തിയോൺ റെക്കമെൻഡ് ചെയ്യുന്നതിന്റെ റീസൺ എന്താണ്? ഓപ്ഷൻ എ, ഇറ്റ് ഈസ് മോർ ടോക്സിക് ദാൻ DDT. ഓപ്ഷൻ ബി, ഇറ്റ് ഹാസ് ദി ലീസ്റ്റ് ടോക്സിസിറ്റി ഓഫ് ഓൾ ഓർഗാനോ ഫോസ്ഫറസ് കോമ്പൗണ്ട്സ്. ഓപ്ഷൻ സി, ഇറ്റ് ഈസ് മോർ എഫക്റ്റീവ് ദാൻ DDT. ഓപ്ഷൻ ഡി, ഇറ്റ് കിൽസ് ഇൻസെക്ട്സ് ഇൻസ്റ്റന്റ്ലി. എന്താ റീസൺ? ഓപ്ഷൻ ബി ആണ്, ലീസ്റ്റ് ടോക്സിസിറ്റി ആണ്. ഏതൊരു ഓർഗാനോ ഫോസ്ഫറസ് കോമ്പൗണ്ട്സ് എടുത്താലും അതിനെ വെച്ച് നോക്കുമ്പോൾ ലീസ്റ്റ് ടോക്സിസിറ്റി ഉള്ള ഒരു ഇൻസെക്ടിസൈഡ് ആണ് എന്ത്? മാലത്തിയോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് മാലത്തിയോൺ ടിപ്പിക്കലി അപ്ലൈഡ് ഫോർ മൊസ്കിറ്റോ കൺട്രോൾ? മൊസ്കിറ്റോ കൺട്രോളിന് വേണ്ടിയിട്ട് മാലത്തിയോൺ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്? ഓപ്ഷൻ എ, ആസ് എ ഡസ്റ്റ്. ഓപ്ഷൻ ബി, ആസ് എ ലോ വോളിയം സ്പ്രേ. ഓപ്ഷൻ സി, ആസ് എ ഫ്യൂമിഗന്റ്. ഓപ്ഷൻ ഡി, ആസ് എ റെസിഡ്യുവൽ സ്പ്രേ. ഏതാ ഉത്തരം? ഓപ്ഷൻ ബി, ആസ് എ ലോ വോളിയം സ്പ്രേ ആണ് ആൻസർ. Next question, which insecticide is effective in controlling DDT resistant insect? DDT resistant insectsനെ നമുക്ക് വേറെ ഏത് ഇൻസെക്ടിസൈഡ് കൊണ്ട് കൺട്രോൾ ചെയ്യാം? ഓപ്ഷൻ എ, മാലത്തിയോൺ. ഓപ്ഷൻ ബി, അബൈറ്റ്. ഓപ്ഷൻ സി, ഡയാസൈനോൺ. ഓപ്ഷൻ ഡി, ഫെൻതിയോൺ. ഏതാണ്? ഓപ്ഷൻ സി, ഡയാസൈനോൺ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is true about abate? അബൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഇറ്റ് ഈസ് എ ഹൈലി ടോക്സിക് ഓർഗാനോ ഫോസ്ഫറസ് കോമ്പൗണ്ട്. എന്താണ്? സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓപ്ഷൻ ബി, ഇറ്റ് ഈസ് യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ഇൻ ഇന്ത്യ ഫോർ കൺട്രോളിംഗ് അനോഫിലസ് സ്റ്റീഫൻസി. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അനോഫിലസ് സ്റ്റീഫൻസിയെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വെൽസിനകത്തും അതുപോലെ തന്നെ നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ ശേഖരിച്ച് വെച്ചേക്കുന്നതിനകത്തും ഒക്കെ നമ്മൾ അബൈറ്റ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അതിനൊരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് കോൺസെൻട്രേഷൻ പറയുന്നുണ്ട്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ വാട്ടർ കണ്ടെയ്ൻ അറ്റ് എ ഡോസേജ് ഓഫ് 1 parts per million ഓർ ഹയർ. 1 parts per million യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടുതലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. തെറ്റാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഇറ്റ് ഈസ് എഫക്റ്റീവ് ആസ് എൻ അഡൾട്ടിസൈഡ്. അഡൾട്ടിസൈഡ് ആയിട്ട് എഫക്റ്റീവ് അല്ല. ലാർവയെ കൊന്നു കളയുന്നുണ്ട്. ഓപ്ഷൻ ബി ആണ് ആൻസർ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് എ ടിപ്പിക്കൽ ഡോസേജ് ഫോർ അപ്ലൈയിങ് അബേറ്റ് ഇൻ വാട്ടർ കണ്ടെയ്നേഴ്സ്? വാട്ടർ കണ്ടെയ്നേഴ്സിനകത്ത് നമ്മൾ അബേറ്റ് ഏത് കോൺസെൻട്രേഷനിൽ അപ്ലൈ ചെയ്യണം? ഓപ്ഷൻ എ 100 milligram per square feet, ഓപ്ഷൻ ബി 60 to 100 milligram per square feet, ഓപ്ഷൻ സി 1.0 parts per million, ഓപ്ഷൻ ഡി 200 milligram per square feet. ഏത് ആൻസർ? തൊട്ട് മുന്നേ പറഞ്ഞോളൂ, ഓപ്ഷൻ സി 1.0 parts per million ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻസെക്ടിസൈഡ് ഈസ് ലെസ് എഫക്റ്റീവ് ആസ് എൻ അഡൾട്ടിസൈഡ്? താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഇൻസെക്ടിസൈഡ് ആണ് ഒരു അഡൾട്ടിസൈഡ് എന്ന രീതിയിൽ ലെസ് എഫക്റ്റീവ് ആയിട്ട് പറയുന്നത്? ഓപ്ഷൻ എ മാലത്തിയോൺ, ഓപ്ഷൻ ബി അബേറ്റ്, ഓപ്ഷൻ സി ഡയസൈനോൺ, ഓപ്ഷൻ ഡി ഫെന്തിയോൺ. ഏത് ആൻസർ? ഓപ്ഷൻ ബി അബേറ്റ് ആണ് ആൻസർ. തൊട്ട് മുന്നേ പറഞ്ഞതേ ഉള്ളൂ റീസൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയസൈനോൺ? ഡയസൈനോണിന്റെ മെയിൻ ക്യാരക്ടർ എന്താണ്? ഓപ്ഷൻ എ ഇറ്റ് ഈസ് നോട്ട് വോളറ്റൈൽ ആൻഡ് വർക്ക്സ് ഓൺലി ബൈ കോണ്ടാക്ട്, ഓപ്ഷൻ ബി ഇറ്റ് കിൽസ് ഇൻസെക്ട് ത്രൂ ബോത്ത് കോണ്ടാക്ട് ആൻഡ് ഫ്യൂമിഗന്റ് ആക്ഷൻ, ഓപ്ഷൻ സി ഇറ്റ് ഹാസ് ലോ ടോക്സിസിറ്റി കമ്പയർഡ് ടു മാലത്തിയോൺ, ഓപ്ഷൻ ഡി ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കൺട്രോളിംഗ് ലാർവേ. എന്താണ്? ഇൻസെക്ടിസൈഡിനെ കോണ്ടാക്ടിലൂടെയും ഫ്യൂമിഗന്റ് ആക്ഷനിലൂടെയും ഡയോസൈനോൺ എന്ത് ചെയ്യും? കൊന്നുകളയും. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫെന്തിയോൺസ് ക്യാരക്ടറിസ്റ്റിക് സ്മെൽ? ഫെന്തിയോണിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് സ്മെൽ എന്താണ്? ഓപ്ഷൻ എ സ്വീറ്റ്, ഓപ്ഷൻ ബി മസ്റ്റി, ഓപ്ഷൻ സി മിന്റ്, ഓപ്ഷൻ ഡി ഗാർലിക്. എങ്ങനെയാണ്? ഓപ്ഷൻ ഡി ഗാർലിക് സ്മെല്ലാണ് ഫെന്തിയോണിനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പ്രൈമറി മോഡ് ഓഫ് ആക്ഷൻ ഓഫ് ഡൈക്ലോറോവോസ്? DDVPയുടെ പ്രൈമറി മോഡ് ഓഫ് ആക്ഷൻ എങ്ങനെയാണ്? ഓപ്ഷൻ എ കോണ്ടാക്ട് പോയിസൺ, ഓപ്ഷൻ ബി സ്റ്റൊമക് പോയിസൺ, ഓപ്ഷൻ സി ഫ്യൂമിഗന്റ്, ഓപ്ഷൻ ഡി റെപ്പലന്റ്. എങ്ങനെയാണ്? ഓപ്ഷൻ സി ഫ്യൂമിഗന്റ് ആക്ഷൻ ആണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് സ്പെഷ്യൽ അഡ്വാൻറ്റേജ് ഓഫ് DDVP? DDVPയുടെ സ്പെഷ്യൽ അഡ്വാൻറ്റേജ് എന്താണ്? ഓപ്ഷൻ എ ഇറ്റ് ഹാസ് എ ലോങ് റെസിഡ്യുവൽ ആക്ഷൻ, ഓപ്ഷൻ ബി ഇറ്റ് ക്യാൻ ബി കമ്പൈൻഡ് വിത്ത് സോളിഡ് സബ്സ്റ്റൻസസ് സച്ച് ആസ് വാക്സ് ഫോർ സ്ലോ ഇവാപ്പറേഷൻ, ഓപ്ഷൻ സി ഇറ്റ് ഈസ് നോട്ട് വോളറ്റൈൽ, ഓപ്ഷൻ ഡി ഇറ്റ് കിൽസ് ഇൻസെക്ട്സ് ഇൻസ്റ്റന്റ്ലി. എങ്ങനെയാണ്? ഓപ്ഷൻ ബി ആണ്. കാരണം നമുക്കത് സോളിഡ് സബ്സ്റ്റൻസുമായിട്ട് കമ്പൈൻ ചെയ്ത്, അതായത് വാക്സുമായിട്ട് കമ്പൈൻ ചെയ്ത് പല രൂപത്തിൽ ടേബ്ലറ്റ്സ് ആയിട്ടോ ബ്രിക്ക് ആയിട്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ മാറ്റാനായിട്ട് പറ്റും. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇൻസെക്ടിസൈഡ് ഈസ് റിക്കമെൻഡഡ് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ DDT ഇൻ ഏരിയാസ് വെയർ റെസിസ്റ്റൻസ് ഹാസ് ഡെവലപ്ഡ്? ഏത് ഇൻസെക്ടിസൈഡ് ആണ് നമ്മൾ DDT റെസിസ്റ്റന്റ് ഏരിയാസിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നത്? ഓപ്ഷൻ എ ഡൈക്ലോറോവോസ്, ഓപ്ഷൻ ബി പ്രോപെക്സർ, ഓപ്ഷൻ സി പൈറിത്രം, ഓപ്ഷൻ ഡി റൊട്ടിനോൺ. ഏതാണ്? ഓപ്ഷൻ ബി പ്രോപെക്സർ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് പൈറിത്രിം? പൈറിത്രിം ആയിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓപ്ഷൻ എ ഇറ്റ് ഈസ് എ സിന്തറ്റിക് ഇൻസെക്ടിസൈഡ്, ഓപ്ഷൻ ബി ഇറ്റ് ഹാസ് നോ എഫക്ട് ഓൺ മൊസ്കിറ്റോസ്, ഓപ്ഷൻ സി ഇറ്റ് ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദി ഫ്ലവേഴ്സ് ഓഫ് ക്രൈസാന്തിമം സിനേറിയ ഫോളിയം, ഓപ്ഷൻ ഡി ഇറ്റ് ഈസ് ലെസ് ടോക്സിക് ദാൻ DDT ബട്ട് മോർ പെർസിസ്റ്റന്റ്. ഏതാ ആൻസർ? ഓപ്ഷൻ സി ആണ്. നമുക്ക് ഈ ഒരു പൈറിത്രിം എക്സ്ട്രാക്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്? ഒരു ഫ്ലവേഴ്സ് എന്നാണ്. ഫ്ലവേഴ്സിന്റെ പേരെന്താണ്? ക്രൈസാന്തിമം സിനേറിയ ഫോളിയം എന്നാണ് അതിന്റെ പേര്. ആ ഫ്ലവേഴ്സിൽ നിന്നാണ് നമ്മൾ പൈറിത്രിം എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ മേജർ ഡിസഡ്വാൻറ്റേജ് ഓഫ് പൈറിത്രം? പൈറിത്രത്തിന്റെ മേജർ ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഓപ്ഷൻ എ ഡസ് നോട്ട് കിൽ ഇൻസെക്ട് ഇൻസ്റ്റന്റ്ലി, ഓപ്ഷൻ ബി ഡസ് നോട്ട് ഹാവ് റെസിഡ്യുവൽ ആക്ഷൻ ലൈക്ക് DDT, ഓപ്ഷൻ സി ഇറ്റ് ഈസ് നോട്ട് എഫക്റ്റീവ് അഗെയിൻസ്റ്റ് മൊസ്കിറ്റോസ്, ഓപ്ഷൻ ഡി ഇറ്റ് ഈസ് ടോക്സിക് ടു മാമൽസ്. എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. അതായത് അതിന് റെസിഡ്യുവൽ ആക്ഷൻ ഒന്നും തന്നെ ഇല്ല. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു സമയത്ത് അതെന്ത് ചെയ്യും? ഒരു നല്ലൊരു ആക്ഷൻ കൊടുക്കും, ആ ഒരു ഇൻസെക്റ്റിനെ കൊല്ലാൻ സഹായിക്കും. പക്ഷെ റെസിഡ്യുവൽ ആക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പിന്നെ ഇത് അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അതാണ് ഒരു മേജർ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പൈറിത്രത്തിന്റെ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെയർ ഈസ് റൊട്ടിനോൺ ഒബ്റ്റൈൻഡ് ഫ്രം? എവിടെ നിന്നാണ് റൊട്ടിനോൺ കിട്ടുന്നത്? റൊട്ടിനോൺ എവിടെ നിന്ന് കിട്ടും? റൂട്ടിൽ നിന്ന് കിട്ടും. ഏതിന്റെ റൂട്ടാണ്? ഓപ്ഷൻ എ ദ റൂട്ട് ഓഫ് ഡെറിസ് ആണ് കേട്ടോ. ഒറിസ് അല്ല, ഡെറിസ്. ഡി ആണ്. ഓക്കെ. ഓപ്ഷൻ എ ദ റൂട്ട് ഓഫ് ഡെറിസ് എലിപ്റ്റിക്ക, ഓപ്ഷൻ ബി ദ ഫ്ലവേഴ്സ് ഓഫ് ക്രൈസാന്തിമം സിനേറിയ ഫോളിയം, ഓപ്ഷൻ സി ദ ലീവ്സ് ഓഫ് മാലത്തിയോൺ പ്ലാന്റ്, ഓപ്ഷൻ ഡി ദ സീഡ്സ് ഓഫ് എ നീം ട്രീ. എവിടെ നിന്ന് കിട്ടും? ഓപ്ഷൻ എ ആണ് ദ റൂട്ട് ഓഫ് ഡെറിസ് എലിപ്റ്റിക്ക. അതിന് വേറൊരു പേരെന്താണ്? പോയിസൺ വൈൻ എന്നാണ് പറയുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഈസ് മാലത്തിയോൺ പ്രിഫേർഡ് ഓവർ DDT ഇൻ സം കേസസ്? ചില കാര്യങ്ങളിൽ നമ്മൾ DDTക്ക് പകരം മാലത്തിയോൺ എന്ന് പറയുന്നതിന്റെ റീസൺ എന്താണ്? ഓപ്ഷൻ എ, ഇറ്റ് ഈസ് മോർ പെർസിസ്റ്റന്റ് ഇൻ എൻവയോൺമെന്റ്. ഓപ്ഷൻ ബി, ഇറ്റ് ഹാസ് എ പ്ലസന്റ് സ്മെൽ. ഓപ്ഷൻ സി, ഇറ്റ് ഹാസ് ലോവർ ടോക്സിസിറ്റി ടു ഹ്യൂമൻസ്. ഓപ്ഷൻ ഡി, ഇറ്റ് ഈസ് മോർ എക്സ്പെൻസീവ്. എന്താണ്? ഓൾറെഡി പറഞ്ഞതാണെന്ന് തോന്നുന്നു. ഓപ്ഷൻ സി, ഇറ്റ് ഹാസ് ലോവർ ടോക്സിസിറ്റി ടു ഹ്യൂമൻസ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മിനറൽ ഓയിൽസ് ലൈക്ക് കെറോസിൻ ആൻഡ് ക്രൂഡ് ഓയിൽ ഇൻ പെസ്റ്റ് കൺട്രോൾ? പെസ്റ്റ് കൺട്രോളിൽ കെറോസിനും ക്രൂഡ് ഓയിലും ഒക്കെ നമ്മൾ മിനറൽ ഓയിൽസ് ആയിട്ട് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതിന്റെ പ്രൈമറി ഫംഗ്ഷൻ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്? ഓപ്ഷൻ എ, they kill mosquitoes by poisoning the water. Option B, they suffocate and poison the aquatic stages of mosquitoes. Option C, they kill mosquitoes by acting on the nervous system. Option D, they repel mosquitoes effectively. എങ്ങനെയാണ്? ഓപ്ഷൻ ബി, they suffocate and poison the aquatic stages of mosquitoes. ആ ഒരു സർഫസിൽ ഇങ്ങനെ പടർന്നെടുക്കും. കാരണം ഡെൻസിറ്റി കുറവായതുകൊണ്ട് വെള്ളത്തിന് സർഫസിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അപ്പോൾ ഈ എയർ അകത്തോട്ട് ഇറങ്ങാത്ത കാരണം ലാർവേസിന് ഓക്സിജൻ കിട്ടാതെ വന്നിട്ട് സഫോക്കേറ്റ് ചെയ്തിട്ട് ലാർവേകൾ ചത്തുപോകാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദി മെയിൻ യൂസ് ഓഫ് പാരിസ് ഗ്രീൻ? പാരിസ് ഗ്രീനിന്റെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം എന്താണ് DDT വരുന്നതിന് മുന്നേ? ഓപ്ഷൻ എ, ടു കിൽ അഡൾട്ട് മൊസ്കിറ്റോസ്. ഓപ്ഷൻ ബി, ടു കൺട്രോൾ അനോഫിലിൻ ലാർവേ. ഓപ്ഷൻ സി, ടു റിപ്പൽ ഇൻസെക്ട് ഫ്രം ക്രോപ്സ്. ഓപ്ഷൻ ഡി, ടു കൺട്രോൾ പ്ലാന്റ് ഡിസീസസ്. എന്താണ്? ഓപ്ഷൻ ബി, ടു കൺട്രോൾ അനോഫിലിൻ ലാർവേ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. തന്നിരിക്കുന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു, അബേറ്റ് ഈസ് ഹൈലി ടോക്സിക് ആൻഡ് has been extensively used in India for controlling Anopheles stephensi in wells and domestic water containers. അപ്പോൾ ഈ Anopheles stephensiയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അബേറ്റ് നമ്മൾ വെൽസിലും ഡൊമസ്റ്റിക് വാട്ടറിലും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അത് ഹൈലി ടോക്സിക് ആയതുകൊണ്ടല്ല, അത് ലെസ് ടോക്സിക് ആയതുകൊണ്ടാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് എന്താ? ഇവിടെ തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഡയാസൈനോൺ കിൽസ് ഇൻസെക്ട് ഓൺലി ബൈ ഡയറക്ട് കോണ്ടാക്ട് ആൻഡ് നോട്ട് ബൈ ഫ്യൂമിഗന്റ് ആക്ഷൻ. രണ്ട് ആക്ഷനും ഡയാസൈനോൺ ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഫെൻറ്റിയോൺ ഈസ് ആസ് എഫക്റ്റീവ് ആസ് DDT ആൻഡ് ഹാസ് ബീൻ യൂസ്ഡ് ആസ് എ ലാർവിസൈഡ് ഇൻ കൺട്രോളിംഗ് ക്യൂലെക്സ് പാറ്റജൻസ് ലാർവേ. ഫെൻറ്റിയോൺ എന്ന് പറയുമ്പോൾ DDTയെ പോലെ തന്നെ എഫക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ക്യൂലെക്സ് പാറ്റജൻസ് ലാർവയെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ഡി, ഓൺലി സി മാത്രമാണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ഡൈക്ലോറോവസ് DDVP ഈസ് എ നോൺ വോളറ്റൈൽ ലിക്വിഡ് ദാറ്റ് കിൽസ് ഇൻസെക്ട് ബൈ കോണ്ടാക്ട് ആക്ഷൻ ഓൺലി. ഡൈക്ലോറോവസ് എന്താണ്? DDVP നോൺ വോളറ്റൈൽ ലിക്വിഡ് ആണ് പറഞ്ഞത്, അല്ല, ഹൈലി വോളറ്റൈൽ ആണ്. സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, Propexer has been recommended as a substitute for DDT in areas where mosquitoes have developed resistance to DDT and dieldrin. DDTക്കും ഡയൽഡ്രിനും ഒക്കെ റെസിസ്റ്റൻസ് ഉള്ള ഏരിയയിൽ നമുക്ക് പ്രോപെക്സർ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, പൈറിത്രിം ഈസ് എ സിന്തറ്റിക് ഇൻസെക്ടിസൈഡ് ഡിറൈവ്ഡ് ഫ്രം ക്രൈസാന്തിമം സിനേറിയറിഫോളിയം. സിനേറിയറി ഫോളിയം ഫ്ലവേഴ്സ് ആൻഡ് ഹാസ് നോ എഫക്ട് ഓൺ മൊസ്കിറ്റോസ്. സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ എയും സിയുമാണ് നമുക്ക് ആൻസർ ആയിട്ട് ഇട്ടേക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു, സിന്തറ്റിക് പൈറിത്രോയിഡ്സ് ആർ ബീങ് ഡെവലപ്ഡ് ടു റീപ്ലേസ് നാച്ചുറൽ പൈറിത്രിൻസ് വിത്ത് സം ബീങ് 10 times more effective. അപ്പൊ സിന്തറ്റിക് പൈറിത്രോയിഡ്സ് ഉണ്ടാക്കിയേക്കുന്നത് എന്തിനാണ്? നാച്ചുറൽ പൈറിത്രിൻസിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നാച്ചുറൽ പൈറിത്രിൻസ് ആകുമ്പോൾ നമുക്ക് അവിടെ ഡിസഡ്വാൻറ്റേജ് പറയുന്നുണ്ട്, അതിന്റെ റെസിഡ്യൂൽ എഫക്ട് നിലനിൽക്കുന്നില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിന്തറ്റിക് പൈറിത്രോയിഡ്സിനെ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, റൊട്ടിനോൺ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദി റൂട്ട്സ് ഓഫ് ഡെറിസ് എലിപ്റ്റിക്ക. ഒറിസ് അല്ല, ഡെറിസ് ആണ്. ഡെറിസ് എലിപ്റ്റിക്ക പ്ലാന്റ് ആൻഡ് ഈസ് യൂസ്ഡ് ആസ് ആൻ ഇൻസെക്ടിസൈഡൽ ഡസ്റ്റ്. സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, മിനറൽ ഓയിൽസ് ലൈക്ക് കെറോസിൻ ആൻഡ് ക്രൂഡ് ഓയിൽസ് ആർ യൂസ്ഡ് ടു സഫോക്കേറ്റ് മോസ്കിറ്റോ ലാർവേ ബട്ട് ദേ ഡു നോട്ട് ഹാം വെജിറ്റേഷൻ ആൻഡ് ഫിഷ് വെൻ അപ്ലൈഡ് പ്രോപ്പർലി. എങ്ങനെ അപ്ലൈ ചെയ്താലും അവിടുത്തെ വെജിറ്റേഷനും അവിടുത്തെ ഫിഷിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു മിനറൽ ഓയിൽസ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ലാർവേസിനെ കില്ല് ചെയ്യുന്നുണ്ട്, അതൊരു കാര്യം തന്നെയാണ്. പക്ഷെ അത്
മറ്റ് വെജിറ്റേഷൻസിനെയും അതുപോലെ അക്വാട്ടിക് ഹാബിറ്ററ്റിലുള്ള ഓർഗാനിസത്തിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ എയും ബിയും ആണ് ആൻസർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ഒരു ഇൻസെക്ടിസൈഡ്സുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്ന ടോപ്പിക്ക്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.